രാത്രിയിൽ വീണ്ടും വാഴ്ചപ്പെടുവാനാകട്ടെ. ദൈവവചന ധ്യാനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് രാത്രിയിൽ വീണ്ടും ആയിരിക്കാൻ ദൈവമൊരുക്കിയ നല്ല സന്ദർഭത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. തികച്ചും ഏകാഗ്രതയോടും വളരെ പ്രാർത്ഥനയോടും കൂടെ നമുക്ക് വീണ്ടും ദൈവമുഖത്തേക്ക് നോക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഒരുമിച്ച് ദൈവത്തിന്റെ വചനം ധ്യാനിക്കുവാനായിട്ടിടയായി. ദൈവത്തിന്റെ അനാദി നിർണയവും നമ്മുടെ ഉത്തരവാദിത്വവും എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടാണ് കഴിഞ്ഞ 2 രാത്രിയിൽ ദൈവത്തിന്റെ വചനം നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചത്. അതേ തുടർന്ന് തന്നെ ഇന്ന് രാത്രിയും ദൈവവചനം ധ്യാനിക്കുവാനായിട്ട് നാം ആഗ്രഹിക്കുന്നു. ലോകത്തിൽ ആർക്കുള്ളതിനേക്കാൾ നമ്മെക്കുറിച്ചൊരു പദ്ധതിയുള്ള ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവം. നമ്മുടെ പിതാവ് നമ്മളെ അറിയുന്നതിന് മുൻപ്, നമ്മുടെ മാതാവ് നമ്മളെ അറിയുന്നതിന് മുൻപ്, ജഡരക്തങ്ങൾ നമ്മളെ തിരിച്ചറിയുന്നതിന് മുൻപ്, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ഒഴിവാകുന്നതിന് മുൻപ്, ലോകസ്ഥാപനത്തിന് മുൻപ്, ഈ പ്രപഞ്ചത്തിന് ദൈവം വൃത്തം വരയ്ക്കുന്നതിന് മുൻപ് തന്റെ തിരുഹൃദയത്തിൽ നമ്മെക്കുറിച്ചൊരു പ്ലാൻ തയ്യാറാക്കിയ ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവം. നമ്മെക്കുറിച്ചുള്ള ആ നിത്യമായ ദൈവത്തിന്റെ പദ്ധതിയെ തകർക്കുവാൻ ഒരിരുട്ടിന്റെ ശക്തികൾക്കും ഒരദൃശ്യ തലങ്ങൾക്കും കഴിയുകയില്ല. ഇന്ന് രാത്രി ആർക്കുള്ളതിനേക്കാൾ എന്നെക്കുറിച്ച് ഞാൻ സേവിക്കുന്ന ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ജനമാണ് ഏത് പ്രതിസന്ധികൾക്ക് നടുവിലും കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം വന്ന ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നത്. ജീവിതത്തിൽ അനുഭവിക്കുന്ന ശോധനകൾ എത്ര വലുതാണെങ്കിലും, എത്ര കൊടിയ ശോധനകൾ ജീവിതത്തിന് എതിരിട്ട് വന്നാലും, അനുഭവിക്കുന്ന ശോധനകളെ ഈ വീക്ഷണകോണിലൂടെ കാണുവാൻ നമ്മുടെ ഉൾക്കണ്ണുകൾ തുറന്നാൽ നമ്മൾ ധന്യരായി സ്വർഗം സന്തോഷിക്കുന്ന ദിവസങ്ങളായിരിക്കും. ധന്യനായ പൗലോസ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുമ്പോൾ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പ്രതിസന്ധികൾ അതിൽ തന്നെ തിന്മയാണെങ്കിലും ദൈവത്തിന്റെ ഒടുവിലത്തെ അധ്യായത്തിലെ കൂടി വ്യാപരിപ്പിക്കൽ പ്രക്രിയയിലൂടെ പ്രതിസന്ധികളെ നന്മയ്ക്കാക്കി മാറ്റാൻ മഹാദൈവത്തിന്റെ ആത്യന്തിക നിയന്ത്രണം നമ്മുടെ പ്രശ്നങ്ങളുടെ മേലുണ്ട്. ഒരു പ്രശ്നം അതിൽ തന്നെ തിന്മയായിരിക്കാം. ലൗകികനും ജഡികനും അനാത്മീയനുമായ ഒരുവൻ പ്രശ്നത്തെ കാണുമ്പോൾ അവൻ വിദ്വേഷത്തോടും പകയോടും ക്ഷിപ്രകോപത്തോടും ശത്രുതയോടും പൊട്ടിത്തെറിയോടും കൂടെ അവൻ ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കും. അവന്റെ ഉള്ളിൽ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുമ്പോൾ തന്നെ നീറിപ്പുകയുകയായിരിക്കാം. അവന്റെ കോപം കടിഞ്ഞാണ് പൊട്ടിയൊരു കാട്ടുകുതിരയെ പോലെ ഉള്ളിൽ ചലിക്കുന്നുണ്ടാകാം. ഉള്ളിൽ വീർപ്പടക്കിക്കൊണ്ടാണ് അവൻ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നത്. പലപ്പോഴും അത് മരണത്തിൽ കലാശിക്കാം, ആത്മഹത്യയിലെത്താം. എന്നാൽ ആത്മനിറവ് പ്രാപിച്ച ഒരു ദൈവപൈതൻ പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ കരം ഈ ശോധനയുടെ പുറകിലുള്ളതുകൊണ്ട് ആത്യന്തികമായി ഈ പ്രശ്നങ്ങളെ അവൻ നന്മയ്ക്കാക്കി മാറ്റും എന്നവൻ വിശ്വസിക്കുന്നു. ഒരു വിഷയത്തെ അതിൽ തന്നെ വിവേചിച്ചാൽ അതിനകത്ത് തിന്മയുണ്ട് എന്നേ കാണുവാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ പ്രശ്നത്തിന്റെ ഒടുവിലത്തെ അധ്യായത്തിൽ നിന്നുകൊണ്ട് പ്രശ്നത്തെ പുറകോട്ട് നോക്കാനുള്ള കാഴ്ചപ്പാട് പ്രാപിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പദ്ധതി കൊണ്ട് സ്തോത്രം ചെയ്യുവാൻ കഴിയുകയുള്ളൂ എന്നാണ് കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചത്. കാരാഗ്രഹത്തിലേക്കും പൊത്തിപ്പീറിന്റെ വീട്ടിലേക്കും കുണ്ടറയിലേക്കും കുഴിയിലേക്കും വലിച്ചെറിയപ്പെടുന്ന സമയം, അതിന് മുഖാന്തരക്കാരായവരോട് അടങ്ങാത്ത വിദ്വേഷവും പകയും മനസ്സിൽ ഉയരുവാൻ ലൗകിക വീക്ഷണകോണിലൂടെ നോക്കിയാൽ ജോസേഫിന് സാധ്യതയുണ്ട്. എന്നാൽ സിംഹാസനത്തിൽ എത്തിക്കഴിയുമ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പകയല്ല, ഇതിന് പുറകിൽ ഒരുക്കിയ ദൈവത്തിന്റെ കരുതലിന് സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ പൊട്ടക്കുഴിയിൽ ഇറക്കി വിറ്റ സഹോദരങ്ങളോടും അറിയാത്ത തെറ്റ് തന്റെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ ആരോപണം ഉന്നയിച്ച പൊത്തിപ്പീറിന്റെ ഭാര്യയോടും അവന് തോന്നുന്നത് പകയല്ല, കസേരയിലോട്ട് കയറാൻ ദൈവം അവരെ ഒരു ചവിട്ടുപടിയാക്കി മാറ്റിയല്ലോ എന്നതാണ്. ഇന്ന് രാത്രി പ്രതിസന്ധികളെ നാം വിലയിരുത്തുന്നത് ലൗകികൻ വിലയിരുത്തുന്നത് പോലെ ആകാതിരിക്കട്ടെ. പത്മോസിന്റെ ഏകാന്തതയിലേക്ക്, മണലാരണ്യത്തിന് തുല്യമായ മണൽത്തിട്ടയിലേക്ക്, അസ്ഥികൂടങ്ങളുടെ താഴ്വരയിലേക്ക്, ആ പ്രതിസന്ധികളുടെ നടുവിലേക്ക് ഡൊമിഷ്യൻ കൈസറിന്റെ വിധിക്ക് വിധേയനായി യോഹന്നാൻ നാടുകടത്തപ്പെട്ടപ്പോൾ മാനുഷിക വീക്ഷണകോണിലൂടെ ആ വിഷയം വിലയിരുത്തിയാൽ സത്യത്തിൽ അതൊരു ദുരന്തമാണ്. എന്നാൽ
വെളിപ്പെടാൻ തുടങ്ങുന്ന ദർശനത്തിന്റെ വെളിച്ചത്തിൽ വസ്തുതകളെ വിലയിരുത്തിയാൽ ആർക്കുമില്ലാത്ത ശോധന നിനക്ക് അനുഭവിക്കാനിടയാകുന്നുണ്ടെങ്കിൽ ആരും പ്രാപിച്ചിട്ടില്ലാത്ത ദൈവകൃപ നിന്റെ പുറകിൽ വരുന്നുണ്ട് എന്നത് വ്യക്തമായി കാണാം. ഒരിക്കൽ കൂടെ ഞാൻ ആ പദങ്ങൾ ആവർത്തിക്കട്ടെ. വേദപുസ്തകത്തിൽ ഭക്തന്മാർ ദർശനം കണ്ടത് സമൃദ്ധിക്ക് നടുവിലല്ല, ശോധനയ്ക്ക് നടുവിലാണ്. ഞാൻ ഇങ്ങനെ കൂട്ടിച്ചേർക്കട്ടെ, സമൃദ്ധി അനേക ഭക്തന്മാരെ ഉടച്ചു കളഞ്ഞിട്ടുണ്ട്, എന്നാൽ ശോധന നിരവധി വിശുദ്ധന്മാരെ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ശോധനകളുടെ പുറകിൽ ചലിക്കുന്ന ദൈവത്തിന്റെ കരം കണ്ടിട്ട് ആ വാക്യം ഒന്നുകൂടെ ഉദ്ധരിക്കുവാൻ നമ്മുടെ അധരം ചലിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി. മാനുഷിക വീക്ഷണകോണിലൂടെ നോക്കിയാൽ അതാത് സംഭവങ്ങൾ തിന്മയാണ്. എന്നാൽ അത്യത്തിലെ കൂടി വ്യാപരിപ്പിക്കൽ പ്രക്രിയ കഴിയുമ്പോൾ എന്റെ ദൈവം എനിക്കിത് തിന്മയായിട്ടല്ല, അത് നന്മയാക്കി മാറ്റും എന്നതാണ് ഒരു ദൈവവൈദ്യന്. കാരണം മറ്റൊന്നല്ല, ഞാൻ കഴിഞ്ഞ രാത്രി പറഞ്ഞത് ഇന്നലെ വരാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ഒരു പ്രശ്നങ്ങളും ഒരു ദൈവവൈദ്യന്റെ ഡിക്ഷണറിയിൽ യാദൃച്ഛികം എന്നൊന്നില്ല. ആരംഭത്തിന് മുൻപേ അവസാനം കണ്ട നിത്യജ്ഞാനിയായ മഹാദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ എനിക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന പാക്കേജിന്റെ ഭാഗമാണ് എന്റെ ജീവിതമെങ്കിൽ എന്റെ ജീവിതത്തിൽ യാദൃച്ഛികമെന്നൊന്നില്ല. അതിന്റെ പുറകിൽ ഞാൻ അറിയാത്തൊരു കരം തിരശീലയുടെ പുറകിൽ നിന്ന് ചലിക്കുന്നുണ്ട്. ആ തിരക്കഥ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ശോധനയ്ക്ക് നടുവിൽ സ്തോത്രം ചെയ്തിട്ട് പറയും, ഇതിന്റെ പുറകിൽ ഒരു കരം വ്യാപരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തന്നെ അത് മനസ്സിലാക്കുമ്പോൾ ദൈവത്തിന്റെ അനാദി നിർണയം എന്ന ചിന്ത ദൈവിക വീക്ഷണകോണിലൂടെ മാത്രമേ ഗ്രഹിക്കാവൂ. ദൈവിക വീക്ഷണകോണിലൂടെ മാത്രമേ ദൈവത്തിന്റെ അനാദി നിർണയം എന്ന ചിന്ത ഗ്രഹിക്കാവൂ. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28 മുതലുള്ള വാക്യങ്ങളും കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിന്റെ വേദഭാഗവും നമുക്ക് ഒന്ന് വായിച്ചുകൊണ്ട് നമുക്ക് ആ ഭാഗത്തേക്ക് വീണ്ടും ഒന്ന് പ്രവേശിക്കാം. റോമാലേഖനം 8-ന്റെ 28 മുതൽ കഴിഞ്ഞ രാത്രിയിൽ വരാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ ആവർത്തിച്ച് വായിപ്പിക്കുന്ന മാത്രം വിഷയത്തിലേക്ക് പ്രവേശിക്കാം. റോമാലേഖനം 8-ന്റെ 28 മുതൽ വായിച്ചാട്ടെ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും തേജസ്കരിച്ചും ഇരിക്കുന്നു. ആ പൗലോസിന്റെ ഭാഷ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. 5 കൂട്ടം കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതിന് ശേഷമാണ് ഈ ഭൂമിയിൽ ദൈവം എന്നെ ജനിക്കാൻ അനുവദിച്ചത്. എന്തൊക്കെ കാര്യങ്ങൾ? 1 പ്രീ നോളജ്, മുൻ അറിവ്. 2 മുൻ നിർണയം. 3 വിളി. 4 നീതീകരണം. 5 ഇത് ഉപയോഗിച്ചിരിക്കുന്ന ശൈലി ശ്രദ്ധിച്ചാൽ ഇത് വർത്തമാനകാല പശ്ചാത്തലത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മുൻ അറിവ്, മുൻ നിർണയം, വിളി, നീതീകരണം, തേജസ്കരണം ഇതും ഒരു നിത്യവർത്തമാനകാലത്തിന്റെ ശൈലിയാണ് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത്. തേജസ്കരണം ഭാവിയിൽ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. മുന്നറിവ് നടന്ന് നിത്യതയിൽ കഴിഞ്ഞതാണ്. എന്നാൽ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന ശൈലി കണ്ടോ? തേജസ്കരിച്ചുമിരിക്കുന്നു. അതിനർത്ഥം എന്താണ്? വർത്തമാനകാലത്തിന്റെ ശൈലിയിലാണ് പൗലോസ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു വസ്തുത മനസ്സിലാക്കുക, ഇത് മനുഷ്യന്റെ കാഴ്ചപ്പാടിലെ വിലയിരുത്തലല്ല, ദൈവത്തിന്റെ നിത്യത്വത്തിന്റെ കാഴ്ചപ്പാടിലെ വിലയിരുത്തലാണ്. ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ നിത്യത്വത്തിന്റെ കാഴ്ചപ്പാടിലെ വിലയിരുത്തൽ ഗ്രഹിച്ചതും സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ അത് നമുക്ക് ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടുവാനുള്ള കുറുക്കുവഴിയല്ല. എല്ലാ പ്രതിസന്ധികളും അതിൽ തന്നെ തിന്മയാണെങ്കിലും അവസാനത്തെ അധ്യായത്തിൽ ദൈവം നന്മയ്ക്കാക്കി മാറ്റും എന്ന കാഴ്ചപ്പാട് നമ്മുടെ ദർശനത്തെ ഉയർത്തുമ്പോൾ തന്നെ ദൈവമെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയും ഞാൻ എന്റെ ഒഴുക്കിനൊത്തൊഴുകിയാൽ മതി എന്ന ചിന്തയല്ല ഒരു ഭക്തനെ ഭരിക്കേണ്ടത്. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ഒരു വ്യക്തിയെ തെറ്റിലേക്ക് വഴിമരുന്നിടുകയല്ല ഈ ഭാഗം ചെയ്യുന്നത്.
പിന്നെ എന്താണ്? ദൈവത്തിന്റെ അനാദി നിർണയം ദൈവത്തിന് മാത്രം ഉള്ളതായി മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യന്റെ ഇച്ഛാശക്തിക്ക് പുറകിലുള്ള ദൈവത്തിന്റെ സർവജ്ഞാനമായി നമുക്കിതിനെ കാണുവാൻ കഴിയണം. മനസ്സിലാക്കാൻ ഇന്ന് രാത്രി നമ്മുടെ കണ്ണ് തുറക്കട്ടെ. ദൈവത്തിന്റെ സർവജ്ഞാനം മനുഷ്യന്റെ ഇച്ഛാശക്തിക്ക് പുറകിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. അർത്ഥാൽ ഒരു വ്യക്തി ഇന്നതാകണം എന്ന ദൈവം അവന്റെ വിധിയോടുള്ള ബന്ധത്തിൽ മുൻ നിർണയിക്കുകയല്ല, ഒരു വ്യക്തി ഇന്നതാകും എന്ന് തന്റെ നിത്യജ്ഞാനത്തോടുള്ള ബന്ധത്തിൽ ദൈവം അറിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇന്നലെ ഓർപ്പിച്ചതുപോലെ യൂദ യേശുവിനെ ഒറ്റിക്കൊടുക്കുകയും ഒടുവിലത്തെ അധ്യായത്തിൽ കെട്ടുചാന്ന് ചാകുകയും ചെയ്യും എന്ന വിഷയം ദൈവം മുൻ നിർണയിച്ചു എന്നതിനേക്കാൾ അവൻ ഇന്നതാകണം എന്ന് ദൈവം നിശ്ചയിച്ചു വെച്ചിരിക്കുകയല്ല, അവൻ ഇന്നതാകും എന്ന് ദൈവം മുൻ അറിഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തിന്റെ ഇച്ഛാശക്തിയുടെ പുറകിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ സർവജ്ഞാനത്തെ വിലയിരുത്തുമ്പോൾ ആത്യന്തികമായി ദൈവം കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു വെച്ചിരിക്കുന്നെന്ന് ഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മുടെ കടപ്പാടുകളിൽ നിന്ന് ഒളിച്ചോടാൻ ദൈവം നമ്മെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവഹിതത്തെ പുറങ്കാൽ കൊണ്ട് ചവിട്ടിയെറിയുകയോ ദൈവഹിതത്തിന് വിപരീതമായി ചുവടുവയ്ക്കുകയോ ചെയ്താൽ അതിന്റെ പരിണിത ഫലം കൈപ്പോടെ കരയുന്ന കറുത്ത ദിനങ്ങളിലേക്ക് നമ്മെ നടത്തും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ വചനാനുസരണം ചിട്ടപ്പെടുത്തുവാൻ ഈ വചനത്തിന് മുൻപിൽ നമുക്ക് കഴിയണം. കാരണം മറ്റൊന്നല്ല, രണ്ട് പ്രധാനപ്പെട്ട ശക്തികൾ ഒരുപോലെ ആത്മീയ മണ്ഡലത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിന്റെ ദൈവത്തിന് സ്തോത്രം 26-ാമത്തെ വാക്യത്തിലേക്ക് 27-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരെ വേഗം വന്നാട്ടെ. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യും. അടുത്ത വാക്യം, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്രകൊള്ളും. മതി, വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ആവർത്തിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് ആത്യന്തികമായൊരു പദ്ധതിയുണ്ട്. അത് ലോകത്തിൽ ആർക്കുള്ളതിനേക്കാൾ ഉന്നതമാണ് ദൈവത്തിന്റെ പദ്ധതി. എന്നാൽ മറുവശം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുവാൻ വേണ്ടി അവ നമ്മെ പ്രേരിപ്പിക്കുകയല്ല. നമ്മുടെ വ്യക്തിജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നമ്മൾ അവിശ്വസ്തരായി മാറിയാൽ നമ്മുടെ ജീവിതത്തിനെതിരെ ദൈവത്തിന്റെ കരമുയരും. കാരണം കർക്കശ സ്വഭാവമുള്ള ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രി നാം ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്ത് ആരാധിക്കുന്നത്. സ്തോത്രം. നമ്മുടെയൊക്കെ നാട്ടിലെ വലിയ ബംഗ്ലാവുകളുടെ മുൻവശത്തെ സിറ്റ് ഔട്ടുകളിൽ ഇരിക്കുന്ന കാല് നീട്ടിവെക്കാവുന്ന ചാരുകസേരയിൽ ചാരിക്കിടന്ന് വായിൽ താമ്പൂല മിശ്രിതം അല്ലെങ്കിൽ മുറുക്കാനുവിട്ട് ചവച്ച് കൊച്ചുമക്കൾ ശുണ്ടിത്തരം കാട്ടി സിറ്റ് ഔട്ടിൽ ചാടിക്കളിക്കുമ്പോൾ അതൊന്നും കണ്ടില്ലെന്ന മട്ടിൽ ഏതോ വായിലിട്ട് ചവച്ച് പത്രവും വായിച്ച് കാലും നീട്ടിവെച്ചുറങ്ങുന്ന ഒരു പൊട്ടൻ മുതുക്കനപ്പച്ചനെ പോലെ കണ്ണ് കാണാൻ വയ്യാതെ ചവച്ചോണ്ട് കിടന്നുറങ്ങുന്ന പൊട്ടൻ മുതുക്കനപ്പച്ചനല്ല നമ്മൾ ആരാധിക്കുന്ന ദൈവം. നീ ഇത് ചെയ്തു, ഞാൻ മിണ്ടാതെയിരുന്നു, ഞാൻ നിന്നെ പോലെയുള്ളവൻ എന്ന് നീ നിരൂപിച്ചു, ഞാൻ നിന്നെ ശാസിച്ച് ഇത് നിന്റെ കണ്ണിന് മുൻപിൽ നിരത്തിവയ്ക്കും. ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവീൻ, അല്ലാഞ്ഞാൽ ഞാൻ നിന്നെ കീറിക്കളയും, വെടിവിപ്പാൻ ആരുമുണ്ടായിരിക്കയില്ല. നീതിമാൻ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കും, അവൻ തന്റെ കാൽ ശത്രുക്കളുടെ രക്തത്തിൽ മുക്കും. ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം, ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ദൈവമുണ്ട് നിശ്ചയം എന്ന് മനുഷ്യർ പറയും. സ്തോത്രം. മുഖപക്ഷം കൂടാതെ ഓരോരുത്തന് അവനവന്റെ പ്രവർത്തികൾക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നാം പിതാവേ എന്ന് വിളിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. എബ്രായ ലേഖനം പറയുന്നു, ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം ഭക്തിയുള്ളവരായി ഭയത്തോടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം
ശബ്ദമുയർത്തി എന്ന് പറഞ്ഞാട്ടെ, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനായിരിക്കെ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത, കാണാൻ കഴിയാത്ത, അൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനും, തത്വത്തിന്റെ മുദ്രയും തേജസ്സിന്റെ പ്രഭയും സകലത്തെയും തന്റെ ശക്തിയുള്ള കരത്താൽ വഹിക്കുന്ന ഈ അഖിലാണ്ടത്തെ ഒരു വാക്കിനാൽ വിളിച്ചു വരുത്തിയ മഹാദൈവം ആരെന്ന വെളിപ്പാട് അകത്ത് കാണാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രിയിൽ ചിരിയോടുകൂടെയല്ല ഭയത്തോടുകൂടെ അടുത്തു വരട്ടെ. നാം സേവിക്കുന്ന ദൈവമാരാണെന്ന് കാണാൻ ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകൾ തുറക്കുന്ന രാത്രിയാകട്ടെ. കുട്ടിക്കളിക്ക് കൂട്ടുനിൽക്കുന്ന ഒരു കുട്ടി ദൈവമല്ല ഇന്ന് രാത്രി നാം സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്ന ദൈവം. അവൻ മല ദൈവമല്ല, അവൻ ശില ദൈവമല്ല, അവൻ മൃഗദൈവമല്ല, അവൻ മൃതദൈവമല്ല, അവൻ വൃക്ഷ ദൈവമല്ല, അവൻ രണ്ട് തൊട്ടിട്ടാൽ ചുണ്ടിൽ ചിരി വരും തെണ്ടിയുമല്ല. അവൻ മഹാദൈവമാണ്, അവൻ തീയാണ്. അവന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. ഇന്ന് രാത്രിയിൽ കൃപ പ്രാപിച്ച ദൈവമക്കൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ തങ്ങളെ തന്നെ വിധി എഴുതുക. നീതിയോടെ വിധിക്കുന്നവന്റെ കൺമുൻപിൽ ഒരു കാര്യം തീർക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് ഓർത്തുകൊള്ളുക. നമ്മുടെ ജീവിതത്തെ വചനത്തിന് മുൻപിൽ വിധിക്കാൻ ഇന്ന് രാത്രി കൃപ പകരട്ടെ. രണ്ട് ശക്തികൾ ആത്മീക മണ്ഡലത്തിൽ വ്യാപരിക്കുന്നു. ആ വിഷയത്തെ സംബന്ധിച്ച് പൗലോസ് പറയുകയാണ് 11-ാം അധ്യായത്തിൽ. 10-ാം അധ്യായത്തിൽ വരുമ്പോൾ ഒരു പ്രത്യേക കാര്യം പറഞ്ഞിങ്ങനെ വരികയാണ്. 9-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ഒരു വിഷയം സ്ഥാപിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നു: മറ്റുള്ളവരോട് പ്രസംഗിച്ചതിന് ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീർന്നു പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക അത്ര ചെയ്യുന്നത്. അപ്പോൾ എവിടെയാണ് പ്രശ്നമെന്ന് പൗലോസ് അവതരിപ്പിച്ചു വരികയാണ്. എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കിയില്ലെങ്കിൽ ഇതിന് പ്രതിസന്ധികൾക്ക് സാധ്യതയുണ്ട്. കാരണം മറ്റൊന്നല്ല, ചാട്ടയും മുഖപ്പട്ടയും കൊണ്ട് നിയന്ത്രിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് പായിച്ചാൽ മാത്രം കുതിക്കുന്ന ഒരു കുതിരയെപ്പോലെ ജഡത്തെ പൂർണ്ണമായും നിയന്ത്രിച്ച് മുൻപോട്ട് പായിച്ചില്ലെങ്കിൽ വീഴ്ച പറ്റാൻ സാധ്യതയുള്ളൊരു ജഡമാണ് എന്റെ മുൻപിലിരിക്കുന്നത്. ഇന്ന് രാത്രി എന്റെ മുൻപിലിരിക്കുന്ന ദൈവവൈതലേ, ഒരു വസ്തുത തിരിച്ചറിയണം. നിന്റെ ഏറ്റവും വലിയ ശത്രു, നിന്റെ ഏറ്റവും വലിയ പ്രതിയോഗി നിന്റെ അടുത്തിരിക്കുന്ന വിശ്വാസിയല്ല. നിന്റെ ഏറ്റവും വലിയ പ്രതിയോഗി വീണുപോയ പഴയ ആദാമ്യ പ്രകൃതിയുടെ ജഡമാണ്. നിന്റെ ഏറ്റവും വലിയ പ്രതിയോഗി നീ നിന്റെ പ്രതിയോഗിയാണെന്ന് തിരിച്ചറിയുക. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഇതിനെ നിയന്ത്രിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ അപകടമാണ്. പൗലോസ് ഭയപ്പെടുന്നു. എന്താ ഭയപ്പെടുന്നത്? പൗലോസിനെ വിശുദ്ധമായ ഒരു ഭയം ഭരിക്കുന്നു. എന്താ ഭയം? മറ്റുള്ളവരോട് പ്രസംഗിച്ചതിന് ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീർന്നു പോകുമോ? ഡോക്കിമോസ്, അഡോക്കിമോസ്, ഈ രണ്ട് വാക്കുകൾ മൂലഭാഷയിൽ നിന്ന് എടുത്തു പഠിച്ചാൽ പുച്ഛത്തോടെ വലിച്ചെറിയപ്പെട്ടു പോകുമോ എന്ന് താൻ അവിടെ ഭയപ്പെടുന്ന ശൈലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്തോത്രം. പുച്ഛത്തോടെ വലിച്ചെറിയപ്പെട്ടു പോകുമോ? ഒരിക്കൽ ഒരു അധ്യാപകൻ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം ആ ക്ലാസ്സിലിരിക്കുന്ന ഒരു പയ്യൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവന്റെ ബനിയനകത്ത് എന്തോ തപ്പുന്നതിനിടയിൽ അടുത്തിരുന്ന നമ്മുടെ ഒരു സുഹൃത്ത് ശ്രദ്ധിച്ചു നോക്കിയപ്പോ അവൻ വളരെ വേഗം എന്തോ തപ്പുകയാണ്. ഇതിനിടയിൽ അവന്റെ ബനിയനകത്തേക്ക് അവൻ കൈയിട്ടിട്ട് എന്തോ ഒന്നിനെ എടുത്തു. അടുത്തിരുന്ന കൂട്ടുകാരൻ നമ്മുടെ സുഹൃത്ത് നോക്കിയപ്പോ അവന്റെ കയ്യിലിരിക്കുന്ന ഒരു കരിന്തേളിനെ കയ്യിൽ കണ്ടപ്പോഴേക്കും ഈ സുഹൃത്ത്, ഈ പയ്യൻ അത് വലിച്ചൊരേറ് വെച്ചു കൊടുത്തു. അത് മുൻപിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അധ്യാപികയുടെ ശരീരത്തേക്ക് ചെന്ന് വീണു. അധ്യാപികയുടെ ശരീരത്തിലേക്ക് ഈ കരിന്തേൾ വന്ന് വീണപ്പോഴേക്കും അവർ കസേരയിൽ നിന്നും മലർന്ന് നിലത്തേക്ക് വീണു. എല്ലാം ഒരു ബഹളം. അപ്പോൾ കയ്യിലേക്ക് അപ്രതീക്ഷിതമായ സാഹചര്യത്തിൽ പുച്ഛത്തോടെ നോക്കാവുന്ന ഒരു സാധനം എടുത്തപ്പോൾ ഒട്ടും മാനസിക ബന്ധമില്ലാതെ ഇതിനെ വലിച്ചെറിയുന്നത്, പുച്ഛത്തോടെ വലിച്ചെറിയുന്നത് പോലെ തന്നെ ഒരു നാൾ ന്യായാസനത്തിന് മുൻപിൽ വരുമ്പോൾ ഞാൻ വലിച്ചെറിയപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ശ്രദ്ധിക്കണേ. അനേകരെ സത്യത്തിലേക്ക് നയിച്ചിട്ട് ഒടുവിൽ ഞാൻ അവിടെ ചെല്ലുമോ എന്ന് ഈ കർത്തൃദാസൻ ആഴത്തിൽ ഭയപ്പെടുന്നു. കുമ്പനാട് കൺവെൻഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രാരംഭ കാലഘട്ടത്തിൽ ഒരു യോഗത്തിന്റെ അനുഭവം കേട്ടിട്ടുണ്ട്. അന്നേ കാലത്ത് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് മുകളിൽ വലിയൊരു വിശാലമായ സ്ഥലത്ത് യോഗം നടക്കുമ്പോൾ യോഗസ്ഥലത്തേക്ക് കയറിപ്പോകുന്ന ഭാഗത്ത്
തൊട്ടടുത്തായിട്ട് ഈ വഴിയുടെ സൈഡിൽ തന്നെ ഒരു പൊട്ടക്കുഴി ഉണ്ടായിരുന്നു. ആ പൊട്ടക്കുഴിയുടെ കരയ്ക്ക് അന്നത്തെ കാലത്ത് വെട്ടത്തിന്റെയൊക്കെ അപര്യാപ്തതയിൽ കുറെ ചൂട്ടുകറ്റയുമായി ഒരപ്പച്ചനെ കൺവെൻഷൻ സമയത്ത് ആളുകൾ 7-7:15 വരെ കയറിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചൂട്ടുകറ്റ കത്തിച്ച് കാണിച്ച് കുഴിയിൽ വീഴാതെ സൂക്ഷിച്ച് ആൾക്കാർക്ക് വഴി ഒഴിഞ്ഞു പോകത്തക്ക വിധത്തിൽ ഇരുത്തുമായിരുന്നു. അന്നൊരിക്കലൊരു അപ്പച്ചൻ ഒത്തിരി ചൂട്ടുകറ്റയുമായിട്ട് അവിടെ വന്ന് ഓരോ ചൂട്ടുകറ്റയും മണ്ണെണ്ണ വിളക്കിന് മുകളിൽ കത്തിച്ച് പൊക്കിപ്പിടിക്കും. ആളുകൾ യോഗത്തിന് വരുന്ന സമയം ഇത് കുഴിയാണ്, ഇത് മൂടിക്കിടക്കുന്ന പുല്ല് മൂടിക്കിടക്കുന്ന പൊട്ടക്കുഴിയാണ് എന്ന് മനസ്സിലാക്കി ഒഴിഞ്ഞു പോകുക പതിവാണ്. പകലത്തെ അധ്വാനം കഴിഞ്ഞ് ഈ കിണറിന്റെ കരയിൽ വന്നിരുന്ന് ഒരു ദിവസം ഇങ്ങനെ യോഗ സമയത്ത് കാണിച്ചുകൊണ്ടിരുന്ന അപ്പച്ചൻ കയ്യിൽ ചൂട്ടുകറ്റ പിടിച്ചുകൊണ്ട് ഉറങ്ങിപ്പോവുകയും പുറകോട്ട് മലന്നു പോവുകയും ചെയ്ത് ഒരുപോലായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഡിസംബർ മാസത്തിലെ കൊടും ഉണക്കിന് ഉണങ്ങിക്കിടക്കുന്ന കുഴിക്കകത്തോട്ട് കയ്യിലൊരു കത്തിയ ചൂട്ടുകറ്റയുമായിട്ട് ഒരാൾ കുഴിക്കകത്ത് പോയാൽ എങ്ങനെയിരിക്കും? ഏതായാലും ബഹളമെല്ലാം കേട്ട് നാട്ടുകാരോടിക്കൂടി വെള്ളം ഒഴിച്ച് അപ്പച്ചനെ കരയ്ക്കിട്ടു. അനേകരെ കുഴിയാണ്, ഇതിൽ വീഴരുത് എന്ന് പറഞ്ഞ് വഴി കാണിച്ചു കൊടുത്ത, വെട്ടം പിടിച്ചു കൊടുത്ത അപ്പച്ചൻ ഒടുവിൽ ചൂട്ടുകറ്റയുമായി കിണറ്റിപ്പോയതുപോലെ അനേകരെ സത്യത്തിലേക്ക് നയിക്കാൻ അധ്വാനിച്ച ഞാൻ അവസാനം കൊള്ളരുതാത്തവനായി തീർന്നു പോകുമോ എന്ന് ഒരു ഭയം ഈ കർത്തൃദാസനെ ആഴത്തിൽ ഭരിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം 10-ാം അധ്യായത്തിൽ താൻ പറയുന്നു, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്ഥാനമേറ്റ്, ആ ഭാഗം നോക്കിയാട്ടെ, മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം കഴിച്ചു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം പറയുകയാണ്, അവരെ മരുഭൂമി തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാം. 2 സ്നേഹിതർ തമ്മിലിരുന്ന് ഒരുപാട് നേരം സംസാരിച്ചിട്ട് പിരിയാൻ നേരത്ത് കാര്യമുള്ള എന്തെങ്കിലും വിഷയങ്ങൾ മറക്കാതെ പറയണമെങ്കിൽ പറയാറില്ലേ, ദേ എല്ലാ കാര്യവും മറന്നാലും ഒടുവിൽ ഞാൻ ആ പറഞ്ഞ കാര്യം മറക്കരുത് കേട്ടോ എന്ന് പറയുന്നത് പോലെ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്. എന്തോ മറക്കരുത്? അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു. ആര് തള്ളിയിട്ടു? രക്ഷിച്ച കരം തന്നെ അവരെ നശിപ്പിച്ചു. ഏതൊരു കരം മരുഭൂമിയിലേക്ക് അവരെ വിളിച്ചിറക്കിയോ ആ കരം മരുഭൂമിയിൽ അവരെ തള്ളിയിട്ടു. ഉച്ചി ഒഴിച്ച കൈകൊണ്ട് ഉദകക്രിയ ചെയ്തു എന്ന് പച്ച മലയാള ശൈലി കേട്ടിട്ടില്ലേ? രക്ഷപ്പെടുത്തിയ കൈ തന്നെ അവരെ മരുഭൂമിക്ക് വളമാക്കി. സ്തോത്രം. എന്നിട്ട് പറയുന്നു, ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. അപ്പോൾ ഒരു ഭക്തൻ രക്ഷയിൽ നിലനിൽക്കുന്നില്ലെങ്കിൽ അതിന്റെ പുറകിൽ പ്രത്യാഘാതത്തിന് സാധ്യതയുണ്ട്. എന്നിട്ട് പറയുകയാണ്, നാം അനുഗ്രഹിക്കുന്ന നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നു, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? അനുഗ്രഹം. സഭയുടെ കൂട്ടായ്മയ്ക്ക് നടുവിൽ ഇതാ അനുഗ്രഹം വ്യാപരിക്കുന്നു. ആരാധനയ്ക്ക് നടുവിൽ അനുഗ്രഹം വ്യാപരിക്കുന്നു. ഇന്ന് രാത്രി വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന ദൈവവൈതലേ, പ്രാർത്ഥനയോടും വിശുദ്ധിയോടും നിന്റെ കരം കർത്താവിന്റെ മേശയ്ക്ക് നീട്ടിയാൽ നിന്റെ ശരീരത്തിലേക്ക് വരാൻ അനുഗ്രഹം അതിന്റെ പുറകിലെ പാത്രത്തിന്റെ പുറകിൽ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ തന്നെ അയോഗ്യമായി ഈ അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവന് ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി. ഓർക്കുക, 2 ശക്തികൾ സഭയ്ക്കകത്ത് വ്യാപരിക്കുന്നു. ഒന്ന് അനുഗ്രഹത്തിന്റെ ശക്തി, മറ്റൊന്ന് ശിക്ഷാവിധിയുടെ ശക്തി. ഒരിക്കൽ കൂടെ ലഭിച്ച വചനത്തിന്റെ സമയപരിധിക്കുള്ളിൽ എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ തികച്ചും ഗൗരവത്തോടെ ശ്രദ്ധിക്കുക. 2 ശക്തികൾ സഭയ്ക്കകത്ത് വ്യാപരിക്കുന്നു. ഒന്ന് അനുഗ്രഹത്തിന്റെ ശക്തി, മറ്റൊന്ന് ശിക്ഷാവിധിയുടെ ശക്തി. ഇത് രണ്ടും സഭയ്ക്കകത്ത് വ്യാപരിക്കുന്നു. അപ്പോൾ ശിക്ഷാവിധിയുടെ ശക്തി ഒരു വ്യക്തിയെ എവിടെ വരെ എത്തിക്കും? ഉപയോഗിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരാകുന്നു. അപ്പോൾ ബലഹീനതയിൽ തുടങ്ങും, രോഗികളാകുന്നു, രോഗത്തിൽ തുടരും, അനേകരും നിദ്ര കൊള്ളുന്നു, ശ്മശാന ഉറക്കത്തിൽ അവസാനിക്കും. അങ്ങനാണെങ്കിൽ ഒരുത്തിയെ ശവക്കുഴിയിലെത്തിക്കുന്ന, ഒരാളിനെ കല്ലറയിൽ കൊണ്ടുചെല്ലുന്ന, ചുരുക്കിയെന്ന് പറഞ്ഞാൽ നിർദ്ദിഷ്ട സമയത്തിന്റെ പദ്ധതിയുടെ മുൻപ് അസമയത്ത് മരണത്താൽ ഈ വ്യക്തിയെ ഇവിടുന്ന് വെട്ടിമാറ്റത്തക്ക വിധം ദൈവസഭയ്ക്കകത്ത് ദൈവത്തിന്റെ കരം വ്യാപരിക്കുന്നു.
ഇത് മനസ്സിലാക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? വളരെ ഗൗരവമായി ചിന്തിക്കണേ. ദൈവസഭയ്ക്കകത്ത് ഇത് വ്യാപരിക്കുന്നുണ്ടോ? അതെ, ദൈവസഭയ്ക്കകത്ത് ഇത് വ്യാപരിക്കുന്നു. ഇന്ന് രാത്രി യേശു ഇവിടെ വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട് ഇവിടെ? ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. യേശു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. എന്തിനാ യേശു ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നത്? നമ്മുടെ സ്തോത്രവും സ്തുതിയും എണ്ണാൻ തന്നെയല്ല യേശു വന്നിരിക്കുന്നത്. തിരുവെഴുത്ത് പറയുന്നു, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. ഏതിൽ നിന്നും വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. യേശു എന്തിനാ സഭയ്ക്കകത്തിരിക്കുന്നത്? നിലവിളക്ക് മാറ്റാൻ. നിലവിളക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? സഭയെ തുടച്ചു മാറ്റാൻ, ഉന്മൂലനാശം ചെയ്യിക്കാൻ. ഇതിനുള്ള കുറ്റം എന്താണ്? 7ാം കൽപ്പന ലംഘനമാണോ? പണാപഹരണമാണോ? അല്ല കുറ്റം. ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കണം. ആദ്യ സ്നേഹം സഭ വിട്ടുകളഞ്ഞു. എന്താണ് ആദ്യ സ്നേഹം? ഭർത്താവും ഭാര്യയും തമ്മിൽ വിവാഹം കഴിച്ച നാളിൽ പ്രാരംഭത്തിലുണ്ടായിരുന്ന തിളയ്ക്കുന്ന സ്നേഹം. ആ സ്നേഹം നഷ്ടപ്പെട്ടതോടുകൂടെ ക്രിസ്തുവിനോടുള്ള ആദ്യ സ്നേഹം കുറഞ്ഞ സഭയെ അവിടെ നിന്ന് തുടച്ചു മാറ്റാൻ ദൈവപുത്രൻ സഭയ്ക്ക് പ്രതിയോഗിയായി മാറിയിരിക്കുന്നു. നിങ്ങളിത് രാത്രിക്ക് അറിയും, മനസ്സിലാക്കൂ എന്താണ് സഭയെ തുടച്ചു മാറ്റാനുള്ള മുഖാന്തരം. നമുക്കൊക്കെ അറിയാം, വിവാഹം കഴിക്കുന്ന പ്രാരംഭ നാളിൽ ദൈവത്തിന് സ്തോത്രം, അദ്ദേഹത്തിന് വേണ്ടി ആ സഹോദരി കാത്തിരുന്നു. രാവേറെ ആയാലും പുള്ളി വന്ന് കതകിന് കൊട്ടി ഭക്ഷണം വിളമ്പിക്കൊടുത്ത് ഒരുമിച്ച് കഴിച്ചേച്ചേ കിടക്കാറുള്ളായിരുന്നു. അന്ന് അദ്ദേഹത്തിന് വേണ്ടി വസ്ത്രം അലക്കി കൊടുത്തു, ഭക്ഷണം പാചകം ചെയ്തു. 10-25 കൊല്ലം കഴിഞ്ഞു, പിള്ളേർ 5-6 ഇപ്പോഴും ഭക്ഷണം വെച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും രാത്രിയിൽ വന്നു മുട്ടിയാൽ ഉടനെ വേച്ച് ചെന്ന് കതകൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ട്. ആദ്യകാലത്ത് അത് സ്നേഹത്തിന്റെ പ്രേരണ കൊണ്ട് ചെയ്തു. ഇപ്പോഴീ ഗതികേടിന്റെ ഒറ്റത്തടിപ്പാലത്തെ കയറിപ്പോയതുകൊണ്ട് ചെയ്യുക. ആദ്യം അത് ചെയ്തത് ഉൾപ്രേരണ സ്നേഹമായിരുന്നു. ഇപ്പോൾ ഇത് ചെയ്യുന്നത് കടപ്പാടാണ്. കാര്യം പറഞ്ഞത് മനസ്സിലാക്കണേ. ഇറങ്ങിത്തിരിച്ച നാളിൽ സാക്ഷ്യം പറഞ്ഞു, ഇറങ്ങിത്തിരിച്ച നാളിൽ ആത്മാവിൽ ആരാധിച്ചു, ഇറങ്ങിത്തിരിച്ച നാളിൽ കർത്താവിന് വേണ്ടി ഭൗതിക വിഷയങ്ങൾ മാറ്റിവെച്ചു. ഇതെല്ലാം നാഥനോടുള്ള തിളയ്ക്കുന്ന സ്നേഹം കൊണ്ട് ചെയ്തു. ഇന്നും ആരാധിക്കുന്നുണ്ട്, ഇന്നും ദശാംശം കൊടുക്കുന്നുണ്ട്, ഇന്നും സാക്ഷ്യമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അന്ന് ചെയ്തത് സ്നേഹപ്രേരണയിൽ, ഇന്ന് ചെയ്തത് കേവലം കടപ്പാടിൽ. അധിക നാൾ ഇരിക്കാൻ അനുവദിക്കില്ല. ഓഫ് ചെയ്താലും ഫാൻ കുറച്ചു നേരം കൂടെ കറങ്ങുന്നത് പോലെ, ഇറക്കത്ത് വണ്ടി കുറെ നേരം കൂടെ ഓടുന്നത് പോലെ, അങ്ങനെയുള്ള സഭകൾ കുറെ നാൾ കൂടെ തുടർന്നെന്ന് വരാം. എന്നാൽ നാഥൻ പറയുന്നു, നിലവിളക്ക് ഞാൻ മാറ്റും. അങ്ങനെയാണെങ്കിൽ ദൈവസഭയ്ക്കകത്ത് വിശുദ്ധി കൂടാതെ ചുവടുവെച്ചാൽ ഒരു സഭയെ സഭയായി തുടച്ചു മാറ്റാൻ യേശു ശിക്ഷാവിധിയുമായി സഭയ്ക്കകത്തുണ്ട്. തിരുവെഴുത്ത് പറയുന്നു, ദൈവത്തിന് സ്തോത്രം, നിക്കോലാവരുടെ നടപ്പ് പിന്തുടരുന്നവർ ചിലർ നിന്നിലുണ്ട്. ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാൾ കൊണ്ട് അവരോട് പോരാടും. നിക്കോ ജനം, ലാവോസ് അധികാരം, നിക്കോലായിട്ടോ ഈ ജനത്തിന്മേലുള്ള അധികാരം. അങ്ങനെയാണെങ്കിൽ അഭിഷിക്ത ശുശ്രൂഷയ്ക്കും ആത്മീയ ആരാധനയ്ക്കും ഇടയ്ക്ക് ഈ കസേര കമ്മിറ്റി കളികളൊക്കെ നടത്തുന്ന പുള്ളികൾ കാര്യം നടത്തുമ്പോൾ കൂടെ കുത്തിയിരുന്ന സ്തോത്രം പറയുന്ന യേശു അല്ല ഞാൻ പ്രസംഗിക്കുന്ന യേശു. ദൈവസഭയ്ക്കകത്തെ അനാത്മിക രാഷ്ട്രീയത്തിനെതിരെ വായിലെ വാൾ ഉപയോഗിക്കുന്ന അങ്ങനെയുള്ള വ്യക്തികളുടെ ശത്രുവായി യേശു ദൈവസഭയ്ക്കകത്ത് വന്നിരിക്കുകയാണ്. അടുത്ത സ്റ്റെപ്പ് വീണ്ടും വെളിപ്പാട് പുസ്തകം പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, വിഗ്രഹാർപ്പിതം തിന്നുവാനും എന്റെ ദാസന്മാരെ തെറ്റിച്ചു കളയുവാനും ഇസബേൽ എന്നൊരു സ്ത്രീയെ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. സ്തോത്രം, പ്രയോഗങ്ങൾ ശ്രദ്ധിക്കണം. ഇസബേലിനെ കുറിച്ച് പറഞ്ഞു, അവളുടെ കിടപ്പിലും അവളോട് ദുർമാർഗം ചെയ്യുന്നവരെ ഞാൻ വലിയ കഷ്ടത്തിലാക്കും, അവളുടെ മക്കളെ ഞാൻ കൊന്നുകളയും, ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ എന്ന് സകല സഭകളും അറിയും. ദൈവമക്കൾ ശ്രദ്ധിക്കണേ. സ്തോത്രം ചെയ്ത് ആരാധിക്കുമ്പോൾ സഭയ്ക്കകത്ത് യേശുവിന്റെ കരം ഉയരുകയാണ്. എങ്ങനെ ഉയരുന്നു? വിശുദ്ധി കൂടാതെ മുൻപോട്ട് നീങ്ങുന്ന വ്യക്തികളെ അകാല നിര്യാണത്തിൽ വെട്ടിമാറ്റാൻ, ഇനിയും അവരുടെ തലമുറകളെ അസമയത്ത് കൊന്നു നീക്കാൻ യേശുവിന്റെ കരം സഭയ്ക്കകത്ത് ചലിക്കുന്നെന്ന് നിങ്ങൾ ഇന്ന് രാത്രി തിരിച്ചറിയട്ടെ. ദൈവസഭയ്ക്കകത്ത് യേശു വന്നിട്ടുണ്ട്. എന്തിനാ യേശു വന്നിരിക്കുന്നത്? നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അല്ലായികയാൽ നിന്നെ എന്റെ വായിൽ നിന്ന്
വായിക്ക് അരുചികരവും വയറിന് അരോചകരവുമായതിനെ പുച്ഛത്തോടെ തുപ്പിക്കളയുന്നത് പോലെ ദൈവസഭയ്ക്കകത്ത് നിന്ന് വ്യക്തികളെ തുപ്പിക്കളയാൻ, വ്യക്തികളെ വെട്ടിമാറ്റാൻ, അകാല നിര്യാണത്തിൽ മുറിച്ചു മാറ്റാൻ, തലമുറകളെ കൊന്നുമാറ്റാൻ ദൈവസഭയ്ക്കകത്ത് യേശു ഉണ്ടെന്ന് പറഞ്ഞാൽ ആത്മനിറവ് പ്രാപിച്ച ദൈവജനം ചിരിക്കയല്ല, ഭയപ്പെടണം. ഇതിനകത്തൊരുവനെത്തിയിട്ടുണ്ട്. അനുസരണത്തോടെ കരങ്ങൾ നീട്ടി നിനക്ക് അനുഗ്രഹം ഏറ്റുവാങ്ങാം. എന്നാൽ വ്യവസ്ഥകൾ പുറങ്കാൽ കൊണ്ട് ചവിട്ടിയെറിഞ്ഞ് നിനക്ക് ശിക്ഷാവിധിയും ഏറ്റുവാങ്ങാം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ വായിച്ച വാക്യത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ചോദിക്കട്ടെ. ബേക്കറിയിൽ ഉണ്ടാക്കുന്ന ബ്രെഡും മുന്തിരിച്ചാറും ഒരു കർത്തൃദാസൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു കഴിയുമ്പോൾ അതിന്റെ പുറകിൽ, അല്ലെങ്കിൽ ദൃശ്യ വസ്തുവിന്റെ പുറകിൽ, കാഴ്ചയ്ക്ക് വിഷയീഭവിക്കുന്ന വസ്തുവിന്റെ പുറകിൽ അദൃശ്യ ശക്തി വ്യാപരിക്കുന്നുണ്ടോ? സ്തോത്രം. അദൃശ്യ ശക്തി ദൃശ്യ വസ്തുവിന്റെ പുറകിൽ വ്യാപരിക്കുന്നുണ്ടോ? അദൃശ്യ ശക്തി ദൃശ്യ വസ്തുവിന്റെ പുറകിൽ വ്യാപരിക്കുന്നുണ്ട്. കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഒരു മേഖല ഇതിന്റെ പുറകിലുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തതിന് ആസ്തിക്യമില്ലെന്നും കണ്ണുകൊണ്ട് കണ്ടലെ വിശ്വസിക്കത്തുള്ളെന്നും പറയുന്ന ഏറ്റി കോവൂരും ഇടമറുകും ആദിയായ യുക്തിവാദികളുടെ പശ്ചാത്തലത്തിൽ, ആ തലത്തിൽ ചിന്തിക്കുന്ന ആളുകൾ ഇന്നുമുണ്ട്. എന്നാൽ ആത്മനിർവ് പ്രാപിച്ച വീണ്ടും ജനനം അനുഭവിക്കുന്ന ദൈവമക്കൾ പറയുന്നു, കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഞങ്ങൾ കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്ര നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലെങ്കിലും എക്സ്റേ എടുക്കാൻ എക്സ്റേ ബെഡിൽ കിടന്നിട്ടുള്ളവരല്ലേ നമ്മൾ? മാംസപേശികളെ തുളച്ചു കയറി അസ്ഥികളുടെ ഉൾചിത്രം എടുക്കുന്ന എക്സ്റേ റൈസുകൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലെങ്കിലും അതിന്റെ ആസ്തിക്യം നിഷേധിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? പോട്ടെ, നമ്മുടെ നാട്ടിലുള്ള വവ്വാൽ എന്നൊരു ജീവിയില്ലേ, വവ്വാൽ പുറപ്പെടുവിക്കുന്ന ശബ്ദതരംഗങ്ങൾ മുൻപിലത്തെ തടസ്സത്തിൽ ചെന്ന് തട്ടിയിട്ട് സ്വീകരിച്ച് തടസ്സം മാറി വവ്വാൽ യാത്ര ചെയ്യാൻ വവ്വാൽ ഉപയോഗിക്കുന്ന ശബ്ദതരംഗങ്ങൾ കേൾക്കാൻ നമ്മുടെ ചെവിക്ക് കേൾവി ശക്തിയുണ്ടോ? അത് കേൾക്കാൻ നമുക്ക് ശക്തിയില്ല. അപ്പൊ പക്ഷേ അതിന്റെ പ്രവർത്തനം നമ്മൾ നിഷേധിക്കുന്നില്ല. അൾട്രാവയലറ്റ് റൈസുകളാകട്ടെ, ഇൻഫ്രാറെഡ് റൈസുകളാകട്ടെ, എക്സ്റേ റൈസുകളാകട്ടെ, അതിന്റെ കണ്ണുകൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും അതിന് ആസ്തിക്ക് നമ്മൾ അംഗീകരിക്കുന്നു. ഈ പറഞ്ഞ ശബ്ദങ്ങളോ റേഡിയോ തരംഗങ്ങളോ ഈ അന്തരീക്ഷത്തിൽ ഉണ്ടെന്ന് നമ്മുടെ കണ്ണുകൾക്ക് കാണത്തില്ലെങ്കിലും അതിന് ആസ്തിക്ക് നമ്മൾ അംഗീകരിക്കുന്നു. ഇതുപോലെ പൗലോസിനോട് ചേർന്ന് ആത്മനിർവ് പ്രാപിച്ച ദൈവമക്കൾ ഒരിക്കൽ കൂടെ ഉറപ്പിച്ചു പറയുന്നു, ഞങ്ങൾ കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രയും നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അങ്ങനെയാണെങ്കിൽ കാണുന്ന വസ്തുവിന്റെ പുറകിൽ കാണാത്ത ശക്തി വ്യാപരിക്കുന്നു. സ്തോത്രം. വേദപുസ്തകത്തിൽ നമുക്കറിയാം, പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ തിരുവെഴുത്തിൽ ആവർത്തന പുസ്തകം ഇങ്ങനെ പറയുന്നു, നിങ്ങൾക്കറിയാവുന്ന ഭാഗമാണ് ഞാൻ ഉദ്ധരിക്കുക ഈ വിഷയബന്ധത്തിൽ. അവരുടെ ദേവപ്രതിമകളെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരരുത്. അത് നിങ്ങൾക്ക് അറപ്പും വെറുപ്പുമായിരിക്കണം. അവയാൽ നിങ്ങൾ ശാപഗ്രസ്തരാകാതിരിക്കേണ്ടതിന് അവയെ തീയിലിട്ട് ചുട്ടുകളയണം. അപ്പൊ ഒരു ദേവപ്രതിമയ്ക്ക് എന്താ പ്രത്യേകത? അത് നിങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുവരരുത്. വീട്ടിലോട്ട് കൊണ്ടുവന്നാൽ അവയാൽ നിങ്ങൾ ശാപഗ്രസ്തരാകും. ഞാനൊരു സഹോദരി പറഞ്ഞ സാക്ഷ്യം ഓർക്കുന്നു. അവരുടെ ജീവിതാനുഭവങ്ങളിൽ അതിഭയങ്കരമായ ശ്വാസോച്ഛ്വാസ സംബന്ധമായി, ദൈവത്തിന് സ്തോത്രം, വളരെ ഭാരം പ്രയാസം അവരനുഭവിച്ചു. അവർക്കുണ്ടായ വലിവിന്റെ പ്രയാസത്താൽ ജനാലകളിൽ പിടിച്ച് തൂങ്ങി നിന്ന് പോലും വലിക്കത്തക്ക വിധം അതികഠിനമായ ആസ്മാരോഗം. മനോഹരമായൊരു ഭവനവും ക്രമീകരണങ്ങളെല്ലാം ഉണ്ട്. അന്നൊരു ഉപവാസ പ്രാർത്ഥന അവിടെ വെച്ചപ്പോൾ ആത്മമണ്ഡലത്തിൽ ഒരു കർത്തൃദാസൻ ഇങ്ങനെ ഒരു പ്രവചനാലോചന പറഞ്ഞു. ഈ വീട്ടിലെ ഷോക്കേസിലിരിക്കുന്ന കറുത്ത ഈട്ടി ആന രൂപത്തിന്റെ പുറകിൽ ഒരു ശക്തി വ്യാപരിക്കുന്നു. അവിടെയുള്ള ചില ആളുകൾ അതിനെ വിമർശിച്ചു. ഈ ദേവദാസൻ പറഞ്ഞു, അല്ല, എന്നെ വിമർശിക്കണ്ട, ഇത് എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടി എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അതിനെ വേദപുസ്തകത്തോടുള്ള ലളിതമായ അനുസരണത്തിലൂടെ തീ വെച്ചങ്ങ് ചുട്ടുകളയുക നല്ലത്. ആ ദൈവദാസൻ പോയി കഴിഞ്ഞപ്പോൾ ഈ സഹോദരി തീരുമാനിച്ചു ഇത് എവിടെ നിന്ന് വന്നു എന്നറിയണമെന്ന്. ആ സഹോദരി അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയപ്പോൾ തന്റെ അമ്മാവിയമ്മ വീടിന്റെ കയറി താമസത്തിന് ആ വീട്ടിൽ കൊടുത്ത സംഭാവനയാണ് ഷോക്കേസിൽ വെക്കാനുള്ള ഈ കറുത്ത ഈട്ടി രൂപം. അപ്പൊ കേൾക്കുമ്പോൾ വല്ല അമ്മായിയമ്മമാരും വൈരാഗ്യം കൊണ്ട് മന്ത്രവാദം ചെയ്തത് കൊടുത്തൊന്നും തെറ്റിദ്ധരിക്കണ്ട. ആ അമ്മാവിയമ്മയ്ക്ക് തൊട്ടടുത്തൊരു ആശാരിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. അത് മനോഹരമായി പോളിഷ് ചെയ്തപ്പോൾ രസകരമായി തോന്നിയത് കൊണ്ട് മകന്റെ വീട്ടിൽ ഷോക്കേസിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കൊടുത്തതാണ്. എന്തായാലും വേണ്ടില്ല, ആ ആശാരിക്ക് അത് എവിടെ നിന്ന് കിട്ടിയെന്ന് ഈ സഹോദരി അന്വേഷിച്ചപ്പോൾ ആശാരിയുടെ ഏറ്റവും അടുത്ത ഒരു ബന്ധു തൊട്ടടുത്ത ഗണപതി അമ്പലത്തിലെ ഒരു പൂജാരിയാണ്.
ഈ ഗണപതി അമ്പലത്തിലെ പൂജാരിക്ക് അവിടെ പ്രശ്നപരിഹാരത്തിന് ഓരോ രൂപങ്ങൾ സംഭാവന നൽകുമ്പോൾ ഗണപതി അമ്പലത്തോടുള്ള ബന്ധത്തിൽ വന്ന പൂജാരിയുടെ കയ്യിൽ കിട്ടിയ സംഭാവനയാണ് ഈ 8 രൂപം. എന്തായാലും വേണ്ടിയല്ല, ഓരോ പ്രശ്നങ്ങളുടെ രോഗപരിഹാരത്തിനു വേണ്ടി, ഓരോ രോഗങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി രൂപങ്ങൾ തങ്ങളുടെ വിഗ്രഹങ്ങളുടെ മുൻപിൽ പ്രതിഷ്ഠിക്കുന്നതിന്റെ ഭാഗമായി ആ ഗണപതി അമ്പലത്തിൽ കിട്ടിയ, ആ പൂജാരിക്ക് കിട്ടിയ ആ പ്രത്യേക 8 രൂപം നല്ലത് കൊള്ളാവുന്നത് എടുത്തു വെച്ച് സ്നേഹിതന്റെ ബന്ധു ആശാരിക്ക് കൊടുത്ത് ആശാരി അത് നന്നായി തുടച്ച് പോളിഷ് ചെയ്ത് അത് വെച്ച് ഈ അമ്മാവിയമ്മയ്ക്ക് കിട്ടി. അമ്മാവിയമ്മ അത് വീട്ടിൽ കൊണ്ടുവന്ന് മരുമകൾക്ക് വീട്ടിൽ കൊണ്ട് ഷോക്കേസിൽ വെക്കാൻ കൊടുത്തതാ. ഏതായാലും വേണ്ടില്ല, അന്ന് രാത്രി ലളിതമായൊരു അനുസരണത്തിലൂടെ ഈ കാര്യം അറിഞ്ഞ ഈ സഹോദരി അത് തീയിലിട്ട് ചുട്ടുകളഞ്ഞു. ആ സഹോദരി പറയുന്ന സാക്ഷ്യം ഇതാണ്: പിറ്റേ ദിവസം രാവിലെ ഉറങ്ങി ഉണർന്നു, പക്ഷെ ഇതുവരെ പിന്നെ ആസ്മാരോഗം ഉണ്ടായിട്ടില്ല. ചില പ്രത്യേക വിഷയങ്ങളുടെ പുറകിലെ ചില കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ കണ്ണിന് ശക്തിയില്ലെങ്കിലും അദൃശ്യ മണ്ഡലത്തിൽ ചില ദൃശ്യ വസ്തുക്കളുടെ പുറകിൽ അദൃശ്യ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കുക. അപ്പോൾ ദൃശ്യമായി കാണാൻ കഴിയുന്ന ഈ വസ്തുവിന്റെ പുറകിൽ ഒരു അദൃശ്യമായ ശക്തി വ്യാപരിക്കുകയാണ്. വേദപുസ്തകത്തിൽ തെളിവുണ്ടോ? തിരുവെഴുത്തിൽ പറയുന്ന ദേവപ്രതിമകളോടുള്ള ബന്ധത്തിൽ തന്നെ പറഞ്ഞ പ്രസ്താവന എടുത്താൽ അതിന് തെളിവാണ്. എന്നാൽ ഞാൻ പറയട്ടെ, പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ ആരാധനയിൽ ഉപയോഗിക്കുന്ന ആ ദേവാലയത്തിലെ എണ്ണയെക്കുറിച്ചുള്ളൊരു പരാമർശനം കാണുവാനായിട്ട് കഴിയും. ഒന്ന് വായിച്ച് സഹായിക്കുവാനായിട്ട് ഓർപ്പിക്കുന്നു. പുറപ്പാട് പുസ്തകം 30:22 വാക്യം വായിച്ചാട്ടെ. പുറപ്പാട് 30:22. പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ മേൽത്തരമായ സുഗന്ധവർഗമായി, ശ്രദ്ധിക്കണം, മേൽത്തരമായ സുഗന്ധവർഗമായി വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 500 ശേക്കൽ അയഞ്ഞ മൂരും 500 ശേക്കൽ അയഞ്ഞ മൂരും അതിൽ പാതി 250 ശേക്കൽ സുഗന്ധ ലവംഗവും 500 ശേക്കൽ വഴനത്തൊലിയും 1 ഹീൻ ഒലിവെണ്ണയും എടുത്ത് തൈലക്കാരന്റെ വിദ്യപ്രകാരം ചേർത്തുണ്ടാക്കിയ വിശുദ്ധമായ അഭിഷേക തൈലമാകണം. വായിച്ചാട്ടെ. അത് വിശുദ്ധമായ അഭിഷേക തൈലമായിരിക്കണം. അതിനാൽ നീ സമാഗമന കൂടാരവും സാക്ഷ്യപ്പെട്ടകവും മേശയും അതിന്റെ ഉപകരണങ്ങളൊക്കെയും നിലവിളക്കും അതിൽ ഉപകരണങ്ങളും ധൂപപീഠവും ഹോമയാഗപീഠവും അതിന്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടിയും. 32 വാക്യം. അത് മനുഷ്യന്റെ ദേഹത്തിന്മേൽ ഒഴിക്കരുത്. അതിന്റെ യോഗപ്രകാരം അതുപോലുള്ളത് നിങ്ങൾ ഉണ്ടാക്കിയും വരുന്നു. അത് വിശുദ്ധമാകുന്നു. അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. അതുപോലെയുള്ള തൈലം ഉണ്ടാക്കുന്നവനെയും അതിൽ നിന്ന് അന്യന് കൊടുക്കുന്നവനെയും അവന്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. ശ്രദ്ധിക്കുക, ഈ തൈലത്തിന്റെ പ്രത്യേകത എന്താ? ശമൂവേലിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്ന ഭാഗമുണ്ട്. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു, അവൻ തൈലക്കൊമ്പെടുത്ത് സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. അഭിഷേക തൈലം തലയിലേക്ക് പകരപ്പെടുമ്പോൾ യഹോവയുടെ ആത്മാവ് ഈ ദൈവഭക്തൻ ദാവീദിന്റെ മേൽ വ്യാപരിച്ചിറങ്ങുകയാണ്. ആ കൊമ്പിൽ നിന്നും തുള്ളി തുള്ളിയായി ദൃശ്യവസ്തുവിന്റെ തൈലം ദാവീദിന്റെ ശിരസിന്മേൽ പകരപ്പെടുമ്പോൾ ഈ സുഗന്ധ തൈലത്തിന്റെ പുറകിൽ ഈ ശരീരത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരു അദൃശ്യ ശക്തി കാത്തു നിൽക്കുന്നു. അത് അനുഗ്രഹത്തിന്റെ ശക്തിയാണ്. അപ്പോൾ തന്നെ സുഗന്ധ ലവംഗത്തിന് എന്താ ശക്തി? വഴനത്തൊലിക്ക് എന്താ ശക്തി? ഒലിവെണ്ണയ്ക്ക് എന്താ ശക്തി? ബേക്കറിയിലെ ബ്രെഡിന് എന്താ ശക്തി? മുന്തിരിച്ചാറിന് എന്താ ശക്തി? പക്ഷെ മുന്തിരിച്ചാറിന് ശക്തിയൊന്നുമില്ല, വഴനത്തൊലിക്ക് ശക്തിയൊന്നുമില്ല, ഒലിവെണ്ണയ്ക്ക് ശക്തിയൊന്നുമില്ല. പക്ഷേ വഴനത്തൊലിയും ഒലിവെണ്ണയും സുഗന്ധലവംഗവും ഒക്കെ അതിന്റെ യോഗപ്രകാരം വിശുദ്ധ മന്ദിരത്തിൽ തൂക്കത്തിൽ ഒന്നിച്ചു കഴിയുമ്പോൾ അക്കാണുന്ന തൈലത്തിന്റെ ദൃശ്യരൂപത്തിന്റെ പുറകിൽ അനുഗ്രഹത്തിലേക്ക് വരേണ്ടതിന് ഒരു ദൈവശക്തിയും അത് അശുദ്ധമായി ദേഹത്തൊഴിക്കുകയോ അന്യന് വിൽക്കുകയോ ചെയ്യുന്നവന്റെ ശരീരത്തിലേക്ക് വരേണ്ടതിന് ഒരു ശിക്ഷാവിധിയുടെ ശക്തിയും ഒരുപോലെ വ്യാപരിക്കുന്നു. അപ്പോൾ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്ന ഒരു ആരാധനാ രൂപത്തിന്റെ പുറകിൽ അദൃശ്യ മണ്ഡലത്തിൽ നിന്നും ആ കുടുംബത്തിലേക്ക്, ആ വ്യക്തിയിലേക്ക് വരാൻ ശാപത്തിന്റെ ശക്തി, ശിക്ഷാവിധിയുടെ ശക്തി കാത്തു നിൽക്കുന്നു. അപ്പോൾ തന്നെ ഈ കാണുന്ന യോഗപ്രകാരം ഒരുമിച്ച് ചേർന്ന
ഈ പ്രത്യേക തൈലത്തിന്റെ കൂട്ടിന്റെ പുറകിൽ ഒരു പുരോഹിതൻ, ഒരു പ്രവാചകൻ, അതേ രാജാവാകേണ്ടവൻ അവന്റെ തലയിലേക്ക് വിദ്യപ്രകാരം ഒഴിച്ചു കഴിയുമ്പോൾ അവരിലേക്ക് വരാൻ ഒരു അദൃശ്യ ശക്തി കാത്തു നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കൊക്കെ അറിയാം, പഴയ നിയമത്തിലെ സംഖ്യാപുസ്തകത്തിൽ ഭാഗമുണ്ട്. ഭർത്താക്കന്മാരോട് അവിശ്വസ്തത ചെയ്ത സ്ത്രീകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന്. അവരെ ദൈവസന്നിധിയിൽ എത്തിക്കണം. എന്നിട്ട് ഒരു തളികയിൽ ഉറവ് വെള്ളം എടുക്കണം. സംഖ്യാപുസ്തകം 5 മുതൽ വായിച്ചാൽ നിങ്ങൾക്കത് കാണാൻ എടുക്കേണ്ട കാര്യമില്ല. എന്നിട്ട് ആ ഉറവ് വെള്ളത്തിൽ യാഗപീഠത്തിലെ നിലത്തെ പൊടി കലർത്തിയിട്ട് പ്രതിജ്ഞാവാചകത്തോടുകൂടി അവളെ കുടിപ്പിക്കണം. അപ്പോൾ ഈ പ്രത്യേക ഉറവ് വെള്ളത്തിന് എന്താ ശക്തി? മൺപാത്രത്തിന് എന്താ ശക്തി? പ്രതിജ്ഞാവാചകത്തിന് എന്താ ശക്തി? എന്നാൽ പ്രതിജ്ഞാവാചകത്തോടുകൂടെ ഈ ഉറവ് വെള്ളത്തിന്റെ ചാരമിശ്രിതം അവളുടെ ഉള്ളിലേക്ക് ചെല്ലുന്നതോടുകൂടെ അവൾ അവിശ്വസ്തയെങ്കിൽ ഉദരം വീർത്ത് ശരീരം ക്ഷയിച്ച് മരിക്കുകയും അവളുടെ സമൂഹത്തിൽ പ്രാക്കായി മാറുകയും അപ്പോൾ തന്നെ അവൾ വിശ്വസ്തയെങ്കിൽ അവൾക്കൊരു ദോഷം വരാതിരിക്കുകയും ചെയ്യുന്നതിന്റെ കാരണം എന്താ? ഈ മൺപാത്രത്തിനകത്തെ ഉറവ് വെള്ളത്തിന്റെ ചാരമിശ്രിതത്തിന്റെ പുറകിൽ അവളുടെ ശരീരത്തിലേക്ക് അവൾ അവിശ്വസ്തയെങ്കിൽ പ്രവേശിക്കാൻ ഈ ദൃശ്യവസ്തുവിന്റെ പുറകിൽ ഒരു അദൃശ്യ ശക്തി കാത്തു നിൽക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു വിഗ്രഹ രൂപത്തിന്റെ പുറകിൽ ഒരു വീട്ടിലേക്ക് വരുവാൻ അദൃശ്യ ശക്തി കാത്തു നിൽക്കുന്നത് പോലെ ഒലിവെണ്ണയും വഴനത്തൊലിയും സുഗന്ധലവംഗവും ചേർത്ത തൈലക്കാരന്റെ വിദ്യപ്രകാരം തീർത്ത ആ സുഗന്ധലവംഗത്തിന്റെ ആ മിശ്രിത കൂട്ടിന് പുറകിൽ പ്രവാചകൻ ഒരുവന്റെ ശിരസിന്മേൽ പകരുമ്പോൾ അവന്റെ ശരീരത്തിലേക്ക് വരാൻ ഒരു അദൃശ്യ ശക്തി ആത്മമണ്ഡലത്തിൽ കാത്തു നിൽക്കുന്നത് പോലെ ഭർത്താവിനോട് അവിശ്വസ്തത കാണിച്ച ഒരു സ്ത്രീയുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കുവാൻ അവൾ കുടിക്കുന്ന വെള്ളത്തിന്റെ പുറകിൽ ഒരു ശിക്ഷാവിധിയുടെ ശക്തി കാത്തു നിൽക്കുന്നത് പോലെ, ദൃശ്യവസ്തുവിന്റെ പുറകിൽ അദൃശ്യ ശക്തി കാത്തു നിൽക്കുന്നത് പോലെ, വിശുദ്ധി കൂടാതെ കർത്തൃമേശയിൽ കൈനീട്ടുന്ന വ്യക്തിയുടെ ശരീരത്തിലേക്ക് വരാൻ പുതിയ നിയമസഭയ്ക്കകത്ത് ശിക്ഷാവിധിയുടെ ശക്തി കാത്തു നിൽക്കുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ, മനസ്സിലാക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട് ഇവിടെ? അങ്ങനെയാണെങ്കിൽ ഒരു വസ്തുത യാഥാർത്ഥ്യമാണ്. ദൈവസഭയ്ക്കകത്ത് ഈ ശക്തിയുണ്ട്. ഒന്ന് അനുഗ്രഹത്തിന്റെ ശക്തി, മറ്റൊന്ന് ശിക്ഷാവിധിയുടെ ശക്തി. വേദപുസ്തകത്തിന്റെ ആദ്യത്തെ പേജ് മുതൽ നമുക്ക് കാണുവാൻ കഴിയുന്ന 2 പ്രധാനപ്പെട്ട ചിന്തകളാണത്. ഞാൻ പറയട്ടെ, ഇനി കൂട്ടിച്ചേർത്ത് പറഞ്ഞാൽ, ഇന്നത്തെ ദുരുപദേഷ്ടാക്കന്മാർ ദുർവ്യാഖ്യാനം ചെയ്ത് ഉപദേശപരമായി തങ്ങളെ മറ്റുള്ളവരുടെ മുൻപിൽ ആരാധനാമൂർത്തികളായി പ്രസന്റ് ചെയ്തിരിക്കുന്ന ഒരു വിഷയം കൂടിയാണിത്. ഒരു വ്യക്തിയുടെ മേൽ ശാപം, ശിക്ഷാവിധി വ്യാപരിക്കുമ്പോൾ അതിനെ മുറിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ വലിച്ചു വിളിച്ചുകൂട്ടി ശാപവിമുക്തി ശുശ്രൂഷ നടത്തുന്ന വ്യക്തികൾ ആത്മീയ ലോകത്തിലുണ്ട്. എന്നാൽ വേദപുസ്തകം പറയുന്നു, ശിക്ഷാവിധിയുടെ മുഖാന്തരം ദൈവത്തിന്റെ തിരുഹൃദയത്തിന്റെ അനുവാദമാണ്. വ്യക്തിപരമായി ദൈവസന്നിധിയിൽ ക്രമീകരണം പ്രാപിക്കാത്തിടത്തോളം കാലം അത് വ്യക്തിയിൽ തുടരും. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയിൽ തുടരുന്ന ശിക്ഷാവിധിയെ മുറിക്കാൻ രണ്ടാമതൊരാൾക്ക് ശക്തിയില്ല. കാൽവറി ക്രൂശിലെ യാഗബലിയിൽ വിശ്വസിക്കുന്ന ഒരു ദൈവപൈതൽ അവന്റെ ഹൃദയത്തിലേക്ക് യേശുവിനെ ജീവിതത്തിന്റെ കർത്താവായി ഏറ്റുവാങ്ങി കഴിയുമ്പോൾ പരമ്പരാഗതമായി അവന്റെ കുടുംബത്തിന്റെ പുറകിൽ വാദിച്ചു നിൽക്കുന്ന സകല ശാപത്തിന്റെ കെട്ടുകളും മുറിഞ്ഞു മാറും എന്ന് വിശ്വസിക്കുന്നവരാണ് ദൈവമക്കൾ. അതിനെ മുറിക്കാൻ പ്രത്യേക ശുശ്രൂഷയുടെ ആവശ്യമില്ല. കാൽവറി യാഗത്തിന്റെ പുറകിൽ സകല ശാപശക്തികളെ മുറിക്കാൻ യേശുവിന്റെ രക്തത്തിൽ ഇന്ന് രാത്രിയും ശക്തിയുണ്ട്. പിന്നെ അപകടകരമായ മറ്റൊരു ചിന്താഗതി, ഭൗതിക ദാരിദ്ര്യമെല്ലാം ശാപമാണെന്ന് പഠിപ്പിക്കൽ. ഭൗതിക ദാരിദ്ര്യം ശാപമായിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് ആദ്യ രാത്രിയിൽ പറഞ്ഞ പൗലോസ് ആയിരുന്നു ഏറ്റവും വലിയ ശാപഗ്രസ്തൻ. കാരണം ഒരു പുതപ്പ് പുതയ്ക്കാൻ പോലും ഭാഗ്യം കിട്ടിയില്ല. അപ്പോൾ ഭൗതിക ദാരിദ്ര്യം ശാപമല്ല. വേദപുസ്തകം പറയുന്നു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, മലകളിലും പാറകളിലും ഗഹ്വരങ്ങളിലും ഉഴന്നു വലഞ്ഞു, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അവിടെ ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് മനശ്ശയുടെ കാലത്തെ യെശയ്യാ പ്രവാചകനെ കുറിച്ചാണെന്നാണ് യഹൂദ മതം പറയുന്നത്, യഹൂദ ചരിത്രകാരന്മാർ പറയുന്നത്. തെറ്റിനെതിരെ വിരൽ ചൂണ്ടി പ്രസംഗിച്ച കർത്തൃദാസന്റെ പ്രസംഗം ഒട്ടും ഇഷ്ടപ്പെടാഞ്ഞ മനശ്ശെ അദ്ദേഹത്തിന്റെ കിങ്കരന്മാർ യെശയ്യാവിനെ ഓടിച്ചു. ഓടി ഓടി കണ്ട ഒരു മരത്തിന്റെ കുറ്റിയുടെ പോടിനകത്തേക്ക് ഈ കർത്തൃദാസൻ ഓടിക്കയറി. ഭയം നിമിത്തം ഓടിക്കയറി കർത്തൃദാസന്റെ വണ്ടി കയറുകൊണ്ട് ചേർത്ത് കെട്ടി. എന്നിട്ട് ആ മരക്കഷണം എടുത്ത് ഒരു കാമരത്തിലോട്ട് കയറ്റി വെച്ച് കുറുകെ ഈർച്ച വാളുകൊണ്ട് യെശയ്യാവിന്റെ ബോഡി കുറുകെ മുറിച്ചു മാറ്റി.
അങ്ങനെ യെശയ്യാവ് ഈർച്ചവാളാൽ അറുക്കപ്പെടുകയായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ ഈർച്ചവാളാൽ അറുക്കപ്പെടുകയും പ്രതിസന്ധികളിലൂടെ കടന്നുപോകുകയും ചെയ്ത ഭക്തന്മാർ ശാപഗ്രസ്തരായിരുന്നു. വേദപുസ്തകം പറയുന്നു, പഴയ നിയമത്തിലെ പിതാക്കന്മാർ ധനാഢ്യരായിരുന്നു, പുതിയ നിയമത്തിൽ യേശുവും അപ്പോസ്തലന്മാരും ദരിദ്രരായിരുന്നു. എന്നാൽ ദാരിദ്ര്യമല്ല ശാപം. ദാരിദ്ര്യത്തിനകത്തും ഒരു ഭക്തനിൽ വ്യാപരിക്കുന്ന സംതൃപ്തിയുണ്ട്. അതാണ് അനുഗ്രഹം. സ്തോത്രം. ഇന്ന് രാത്രി ഇത് അനുഭവിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്താണ് ശാപം, എന്താണ് അനുഗ്രഹം എന്ന് തിരിച്ചറിയുമ്പോൾ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് നിത്യതയ്ക്കായി വേർതിരിക്കപ്പെട്ടൊരു ഭക്തൻ ഇതിനകത്തുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ അനുദിന ആവശ്യങ്ങളിൽ സംതൃപ്തി വെളിപ്പെടുകയും അറിയാത്തൊരു ആത്മീയ സംതൃപ്തി നിന്റെ കുടുംബത്തെ ഭരിക്കുകയും ചെയ്തൊരവസ്ഥ ഇന്ന് രാത്രി അനുഭവിക്കുന്നുണ്ടെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെട്ട ദൈവമൈതലാണ്. നമ്മുടെ അനേക കുടുംബങ്ങളിലേക്ക് കണ്ണുയർത്തി നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയാത്ത പലതും ആ കുടുംബത്തിന് പുറകിൽ നിഴൽ പോരാട്ടം നടത്തുകയാണ്. എന്താണ് അനുഗ്രഹം? ഒരു കൊച്ചു ഭാഗം പറഞ്ഞാൽ, തിരുവഴുത്തിൽ മുർന്നയുടെ സഭയോട് കർത്താവ് പറയുമ്പോൾ പറയുന്നു, നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും ഞാൻ അറിയുന്നു. വെളിപ്പാട് പുസ്തകം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. എഴുതിയിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. ഭാഗത്ത് നോക്കാൻ എനിക്ക് സമയമില്ല. ബ്രാക്കറ്റിൽ പ്രയോഗമുണ്ട്, നീ സമ്പന്നനാകുന്ന താനും. എന്നാൽ അവസാനത്തെ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ കർത്താവ് ലവോദിക്ക സഭയോട് പറയുന്നു, ഞാൻ ധനവാൻ, സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ലെന്ന് പറഞ്ഞ് നീ അരിഷ്ടനും കുരുടനും നഗ്നനും എന്ന് പറഞ്ഞ ഉടുതുണി പോലും നിന്റെ കയ്യിലില്ലല്ലോ. അറിയായികയാൽ അങ്ങനെയാണെങ്കിൽ ലോകത്തിന്റെ സമൃദ്ധി ദൈവത്തിന്റെ കണ്ണുകളുടെ ദാരിദ്ര്യം. എന്നാൽ ലോകത്തിന്റെ ദാരിദ്ര്യം അവൻ ഭക്തനാണെങ്കിൽ യേശുവിന്റെ കണ്ണിലെ സമൃദ്ധി. ഇത് തിരിച്ചറിയാൻ കഴിവുള്ള ദൈവമക്കൾക്ക് ഇന്ന് കാണുന്ന ശാപത്തിന്റെ പേരിലുള്ള കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ പൈശാചികമാണ് എന്ന് പറയാതിരിക്കാൻ തരമില്ല. എന്നാൽ മറുവശം മനസ്സിലാക്കണം. അതുകൊണ്ട് കുടുംബങ്ങളിലാകട്ടെ സഭയിലാകട്ടെ ദൈവത്തിന്റെ കരത്താൽ ഉണ്ടാകുന്ന ശിക്ഷാവിധിയുടെ ക്രമങ്ങൾ ഒഴിഞ്ഞെന്ന് വരികയില്ല. തികച്ചും ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഭാഗമാണത്. എന്താണ് അനുഗ്രഹം? ഒരു കൊച്ചു കാര്യം പറയാം. ശോശാമ്മയും മറിയാമ്മയും, നിങ്ങൾക്ക് മനസ്സിലാകാൻ പറയാ, രണ്ട് സഹോദരിമാർ. ഒരു വീട്ടിലെ രണ്ട് സഹോദരിമാർ, ശോശാമ്മയും മറിയാമ്മയും. ശോശാമ്മയെയും മറിയാമ്മയെയും രണ്ടു പേർക്ക് വിവാഹം കഴിപ്പിച്ചയപ്പിച്ചു. ശോശാമ്മയെ കല്യാണം കഴിപ്പിച്ച വീട്ടിൽ അകത്ത് ജോലിക്കാര്, പുറത്ത് ജോലിക്കാര്, ബഹുനില ബംഗ്ലാവ്, നാട്ടിൽ കുബേര കുടുംബം, ആഢ്യത്വമുള്ള കുടുംബം, രാഷ്ട്രീയ സ്വാധീനം, വലിയ ബിസിനസ്സുകാരനാണ് ശോശാമ്മയുടെ ഭർത്താവ്. സ്തോത്രം. മറിയാമ്മയുടെ വീട്ടിലോ അകത്തും ജോലിക്കാരില്ല, പുറത്തും ജോലിക്കാരില്ല, അലക്കുകയും അരയ്ക്കുകയും ഒക്കെ ചെയ്യേണ്ട ഇത്രയും വലിയ സമൃദ്ധിയുള്ള, ഇത്രയും വലിയ വിറ്റുവിരിവുകളുള്ള, ഇത്രയും വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള ഈ വീട്ടിൽ എന്തു പറ്റി? ഉടനെ ശോശാമ്മ പറയുക, പാസ്റ്ററെ, എല്ലാം ഉണ്ടെങ്കിലും സമാധാനമില്ല. മറിയാമ്മയുടെ വീട്ടിൽ ദൈവദാസൻ ചെന്നു. ആ ദൈവദാസൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അലക്കുന്നിടത്തുന്ന ഈ സഹോദരി ഓടി വന്നത്. പ്രാർത്ഥനയ്ക്കിടയിൽ ആ സഹോദരിയുടെ അധരങ്ങളിൽ സ്തോത്രവും ആരാധനയും ഉയരുകയാണ്. പ്രാർത്ഥന കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് മറിയാമ്മേ എന്ന് ചോദിച്ചപ്പം ദൈവദാസനോട് മറിയാമ്മ പറഞ്ഞു, പാസ്റ്ററെ, ഒന്നുമില്ലെങ്കിലും സമാധാനമുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നാളത്തേക്കുള്ള വക നിന്റെ പാത്രത്തിലില്ലെങ്കിലും അന്നന്നത്തെ അധ്വാനം കൊണ്ടുള്ളത് മാത്രമാണ് നിന്റെ കൈകളിൽ വരുന്നതെങ്കിലും അറിയാത്തൊരു സമാധാനം നിന്റെ ഭവനത്തിൽ വ്യാപരിക്കുകയും അനുദിന ആവശ്യങ്ങളിൽ സംതൃപ്തി വെളിപ്പെടുകയും ചെയ്തൊരു മാനസിക അവസ്ഥ നിന്നെ ഭരിക്കുന്നുണ്ടെങ്കിൽ നീ അനുഗ്രഹത്തിന്റെ കീഴിലാണ് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. മറുശക്തിയും നമ്മുടെ ഭവനങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, വേദപുസ്തകം പഠിക്കൂ, സംഭവങ്ങൾ എടുക്കൂ. എത്രയോ കുടുംബങ്ങളെ ശിക്ഷാവിധിയുടെ ശക്തി ഭരിക്കുന്നുണ്ട്. എത്രയോ കുടുംബങ്ങളെ. ഞാനൊരു പ്രത്യേക സംഭവം ഓർക്കുന്നു. ഊരും പേരും ഒന്നും വ്യക്തമാക്കുന്നില്ല, കാരണം നിങ്ങളിൽ ആർക്കെങ്കിലും ഒക്കെ അറിയാമെങ്കിൽ വ്യക്തമാകാതിരിക്കാൻ. കേരളത്തിലെ ഒരു പ്രശസ്തമായ പട്ടണത്തിൽ ഒരു ധനാഢ്യനായ ഗ്രാമത്തിൽ അല്പം വസ്തുവും ക്രമീകരണങ്ങളും ഒക്കെയുള്ള ഒരു വീട്ടിൽ ഒരേക മകൻ, ഒരു അപ്പച്ചന്റെ ഏക മകൻ, അവൻ വിവാഹം കഴിച്ച് വീട്ടിലെത്തി. പുതിയ പെണ്ണ് വീട്ടിൽ കയറി വന്നപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും സ്നേഹപൂർവ്വം ഉപചരിച്ചു. ഏതായാലും വേണ്ടില്ല, അധികം താമസിക്കാതെ ആ മാതാവ് മരിച്ചു. എന്നാൽ പുത്തൻ പെണ്ണിന് ഗ്രാമാന്തരീക്ഷത്തിലെ റബ്ബറും വലിയ വസ്തുവിടങ്ങളും ഒക്കെ അത്ര താല്പര്യമല്ലാഞ്ഞതുകൊണ്ട് ഭർത്താവിനോട് നിരന്തരം പറഞ്ഞു, നമുക്കിവിടം വിറ്റിട്ട് കുറച്ചുകൂടെ നല്ല ടൗണിലേക്ക് മാറി അല്പം വസ്തു വാങ്ങി
അല്ലെ അല്ലലും അലച്ചിലൊന്നും ഇല്ലാതെ ഒരു നല്ല വീട് പണിയിച്ച് മാന്യമായി കഴിയാം. അപ്പച്ചനോട് സ്നേഹപൂർവ്വം മകൻ ഇത് അവതരിപ്പിച്ചു. അപ്പച്ചൻ തന്നെ കരുതുമെന്ന പ്രതീക്ഷയോടുകൂടെ കാര്യങ്ങൾക്കെല്ലാം സൈൻ ചെയ്തു കൊടുത്തു. വസ്തു വിൽപ്പന നടന്നു. അധികം താമസിക്കാതെ ടൗണിൽ ഒരു നല്ല വീടും അതിനോടനുബന്ധിച്ചുള്ള ക്രമീകരണങ്ങളും വാങ്ങി താമസം ആരംഭിച്ചു. വാർദ്ധക്യത്തിന്റെ ബലഹീനതകൾ വർദ്ധിച്ചതോടുകൂടെ, ശരീരത്തിന്റെ ക്ഷീണങ്ങൾ വർദ്ധിച്ചതോടുകൂടെ 60 കഴിഞ്ഞാൽ പെറുപുറുപ്പെന്ന് പറയുന്നത് പോലെ അപ്പച്ചൻ അസ്വസ്ഥതകൾ ആരംഭിച്ചു. കാച്ചി എണ്ണയുടെ മണവും, മൂത്രം അസമയത്ത് പോകുന്ന ദുർഗന്ധവും, പിന്നെ വസ്ത്രം മാറുന്ന വിഷയത്തിലുള്ള അസ്വസ്ഥതകളും ഒക്കെ വന്നപ്പോൾ പല പ്രാവശ്യമായി ഭവനത്തിൽ അസ്വസ്ഥത ഉയർന്നു. അങ്ങനെ ഒരിക്കൽ ആ വീട്ടിലോട്ട് കയറി വന്ന തന്റെ മകൻ ഈ പിതാവിനെ ചൂണ്ടിക്കൊണ്ട്, അയ്യോ കാലന് പോലും വേണ്ടല്ലോ എന്ന് ഭയങ്കരമായി പറയുന്ന രംഗം. ഇതിന് പശ്ചാത്തലം ഒരുക്കിയ ഒരു സംഭവമുണ്ട്. സംഭവം മറ്റൊന്നല്ല. ദൈവത്തിന് സ്തോത്രം. ഈ സംഭവത്തിന്റെ മുൻപിൽ ഈ രംഗം ഇങ്ങനെ അങ്ങോട്ട് കേട്ട സമയത്ത്, ഈ വാക്കുകൾ ഈ പിതാവ് കേട്ട സമയം രാത്രി 11:30 സമയം. എന്നിട്ട് പറഞ്ഞു, കട്ടിലൊഴിയത്തില്ല, എന്ത് ചെയ്യാനാ? ചില വാക്കുകളൊക്കെ അറം പറ്റുന്നത് പോലെയായിരുന്നു, ഭയങ്കര വേദനയായിരുന്നു. ആ പിതാവ് പറഞ്ഞു, മോനെ, ഇനി ഞാൻ ഈ വീട്ടിൽ താമസിക്കത്തില്ല, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുക. കോപം കൊണ്ട് കലിച്ചു തോളുന്ന മകൻ ഇതൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആ പിതാവ് ആ വീട്ടിൽ നിന്നും പുറത്തോട്ട് സ്റ്റെപ്പയിലോട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, മോനെ, ഈ രാത്രി ഞാൻ എവിടെങ്കിലും കിടക്കണം, വല്ലത് വിഞ്ഞിത്താ, ഒരു ചാക്കെങ്കിലും അകത്ത് കാലിച്ചാക്കായ ഒരു അരിച്ചാക്കിരുന്നെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, വേണ്ട, എവിടെങ്കിലും പോയി കിടാ. ഈ പിതാവ് ചാക്കുമായി ഇറങ്ങുന്ന സമയം ഈ മകന് ഏക മകനേ ഉള്ളൂ. അവൻ 2.5 വയസ്സുകാരൻ അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ പിതാവ് വീണ്ടും ഇറങ്ങുന്ന വലിയപ്പൻ കയ്യിൽ ചാക്കും പിടിച്ച് പുറത്തോട്ടിറങ്ങുന്നതിനിടയിൽ തിരിഞ്ഞു പറഞ്ഞു, മോനെ, ഈ കുഞ്ഞിനെ കൊണ്ട് നീ അനുഭവിക്കത്തില്ലെന്ന് ഓർക്കണം. അന്ന് രാത്രി ആ പിതാവ് കടത്തെണ്ണയിൽ അന്തി ഉറങ്ങി. അർദ്ധരാത്രിക്കുള്ളിൽ മധ്യസ്ഥതയൊക്കെ നടന്ന് വീട്ടിലേക്ക് അപ്പച്ചനെ സ്നേഹപൂർവ്വം കൂട്ടിക്കൊണ്ടുപോയി. ചില നാളുകൾ കഴിഞ്ഞ പിതാവ് മരിച്ചു. ഈ മകന്റെ മകൻ പഠിച്ച് ഒരു ഉന്നത സ്ഥാനത്തെത്തി. അവൻ ഒരു ജോലിക്കയറ്റത്തിൽ ചവിട്ടുപടിയിൽ കയറുന്നതിന്റെ തലേ ദിവസം ആ പട്ടണത്തിലുണ്ടായ ഒരു ആക്സിഡന്റിൽ അവന്റെ ബോഡി ചിതറിത്തെറിച്ച് ആ തകർന്ന ബോഡി, ആ ഏക പൈതലിന്റെ ശരീരം, ചിതറിയ ശരീരം വീട്ടിലോട്ട് കയറി വരുമ്പോൾ തന്റെ പിതാവും അമ്മയും ആ ബോഡിയിൽ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ, നാട്ടുകാർ മുഴുവൻ ആ ബോഡി കാണാൻ ആ വീട്ടിൽ ഇരമ്പി കയറിയിരിക്കുമ്പോൾ വല്യപ്പച്ചന്റെ സ്നേഹിതൻ പറഞ്ഞു, പാസ്റ്ററെ, ഇതിന്റെ പുറകിൽ ഒരു അധ്യായമുണ്ട്. എന്തിനാണെന്ന് രാത്രി ഞാൻ പറഞ്ഞത്? നമ്മുടെ കണ്ണുകൾക്ക് കാണുവാൻ കഴിയാത്തൊരു മേഖല ഇതിന്റെ പുറകിൽ നിൽക്കുന്നു. നിങ്ങൾ അംഗീകരിച്ചാലും അവഗണിച്ചാലും യാഥാർത്ഥ്യമാണത്. 2 വിധ ശക്തികൾ വേദപുസ്തകത്തിന്റെ ആദ്യത്തെ പേജ് മുതൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. വേദപുസ്തകം നിങ്ങൾ പഠിക്കുക. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യത്തെ പേജിൽ ദൈവം എന്താ ചെയ്തത്? ഇങ്ങനെ എഴുതിയിരിക്കുന്നു. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ആ ഭാഗത്ത് പറഞ്ഞുവിടാം. ദൈവത്തിന് സ്തോത്രം. ദൈവം ആഴിയും ഊഴിയും സകലവും സൃഷ്ടിച്ചു. ആഴിയുടെ അടിത്തല മുതൽ ആകാശത്തിന്റെ അറുതി വരെ സമസ്ത സൃഷ്ടി സംവിധാനങ്ങളും സർവശക്തന്റെ കൽപ്പന കൊണ്ട് വിളിച്ചു വരുത്തി. എന്നിട്ട് എഴുതിയിരിക്കുന്നത്, അവൻ ഉണ്ടാക്കിയ സകലത്തെയും അവൻ അനുഗ്രഹിച്ചു. നിങ്ങൾക്കറിയാമോ, സർവശക്തനായ ദൈവം തന്റെ കരുത്തുറ്റ കരങ്ങളിൽ കളിമണ്ണെടുത്ത് കൈക്രിയ നടത്തി കളവിനിൽ കൈവിരുത് വെളിപ്പെടുത്തിക്കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. ആദം ഹൗവമാരെ ഉണ്ടാക്കിയ ദൈവം ആദ്യം എഴുതിയിരിക്കുന്നത്, അവൻ ഉണ്ടാക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. നമുക്കറിയാം എബ്ബേസിന്റെ പ്രാർത്ഥന. എന്താ എബ്ബേസിന്റെ പ്രാർത്ഥന? എബ്ബേസിന്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം, അനർത്ഥം എനിക്കൊരു വ്യസന കാരണമാകാതിരിക്കാൻ നിന്റെ കരം എന്നോടുകൂടെ ഇരിക്കണം, എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിർ വിശാലമാക്കണം. അപ്പോൾ ആവശ്യപ്പെടുന്ന എന്താ? അനുഗ്രഹം. അബ്രഹാമിന്റെ വിളിയുടെ പുറകിൽ എന്തായിരുന്നു ഉൾപ്പെട്ടിരുന്നത്? ഉൽപ്പത്തി 12 നിങ്ങൾ കാണുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ നോക്കൂ, ആദമിൽ തുടങ്ങി അനുഗ്രഹത്തിന്റെ പകർച്ച അബ്രഹാമിലൂടെ തുടരുകയാണ്.
സോദോമി യുദ്ധത്തിന് പോയി മടങ്ങി വരുന്ന, സോദോം രാജാക്കന്മാരോടൊപ്പമുള്ള യുദ്ധത്തിന് പോയി മടങ്ങി വരുന്ന അബ്രഹാമിനെ മൽക്കീസദേക്ക് എതിരേറ്റ് ചെന്നിട്ട് ചെയ്തെന്താ? അത്യുന്നതനായ ദൈവത്തിന്റെ നാമത്തിൽ കരമുയർത്തി അവനെ അനുഗ്രഹിച്ചു. ഞാൻ രാത്രി ചോദിക്കട്ടെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വർഗാരോഹണം ചെയ്തത് ഏത് രൂപത്തിലാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും വേദപരിജ്ഞാനമുള്ളവരാണല്ലോ. ഏത് രീതിയിലാണ് സ്വർഗത്തിലേക്ക് പോയത്? കൈ കൂപ്പി പിടിച്ചുകൊണ്ടാണോ, കൈ താത്തിട്ടുകൊണ്ടാണോ, കൈ കെട്ടി നിന്നാണോ സ്വർഗത്തിലേക്ക് പോയത്? കരമുയർത്തി അവരെ അനുഗ്രഹിക്കയിൽ അവൻ സ്വർഗാരോഹണം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒലിവ് മലയുടെ മുകൾ പറപ്പിൽ 500ഓളം ശിഷ്യന്മാർ, 1000ഓളം കണ്ണുകൾ ഇമവെട്ടാതെ നമ്മുടെ കർത്താവിനെ നോക്കി നിൽക്കുന്ന സമയം ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തിയെ വെല്ലുവിളിക്കുന്ന ഒരു ദൈവശക്തി യേശുവിലേക്ക് വ്യാപരിക്കുകയും യേശു മണ്ണിൽ നിന്ന് ഉയർന്നുയർന്നുയർന്നു പോകുന്ന സമയം കരമുയർത്തി അവരെ അനുഗ്രഹിക്കുകയായിരുന്നു. വേദപുസ്തകം നിങ്ങൾ പഠിച്ചു നോക്ക്. എതിർഭാഗത്ത് വ്യാപരിക്കുന്ന ശക്തിയെ നിങ്ങൾ ശ്രദ്ധിക്കൂ. ഉൽപ്പത്തി പുസ്തകത്തിന് ആദ്യത്തെ പേജ് മുതലുണ്ട് ശിക്ഷാവിധിയുടെ ശക്തി. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വന്ന് 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ, വെളിപ്പാട് പുസ്തകം 22:3. വെളിപ്പാട് പുസ്തകം ശാന്തമായി നിർത്തി ഒന്ന് വായിച്ചത് 22:3. ഇനിയും ഉണ്ടാകുകയില്ല. ശ്രദ്ധിച്ചേ, വളരെ ഗൗരവമായിട്ട് അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ട വാക്യമാണ്. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. അതിന്റെ അർത്ഥം എന്താ? ഇനിയും കറണ്ട് കട്ട് ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇതുവരെ ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ യാതൊരു ശാപവും ഇനിയും ഉണ്ടാകുകയില്ല. നിങ്ങൾക്കറിയാം വെളിപ്പാട് പുസ്തകം 21-2-ാം അധ്യായത്തിന്റെ പശ്ചാത്തലം. 18-ാം അധ്യായം മർമ്മം മഹതിയാം ബാബിലോണിന്റെ ചിത്രമാണ്. തട്ടും ധൂമ്രവസ്ത്രവും ധരിച്ച് പൊന്നും രക്തവും മുത്തും അണിഞ്ഞവളായി വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണ പാനപാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് അത് ഒരു മ്ലേച്ഛ മൃഗത്തിന്റെ പുറത്ത് ചവിട്ടിയിരിക്കുന്ന രാഷ്ട്ര ബാബിലോണിന്റെ അഥവാ മതത്താൽ നിയന്ത്രിക്കപ്പെടുന്ന പൈശാചിക മൂർത്തിയുടെ ചിത്രമാണ് 18-ാം അധ്യായം. 19-ാം അധ്യായം രാഷ്ട്ര ബാബിലോണിന്റെ ചിത്രമാണ്. 19-ാം അധ്യായം കുഞ്ഞാടിന്റെ കല്യാണമാണ്. രാജപുത്രനായ ക്രിസ്തുവിന്റെ രാജകീയ വിവാഹ മഹോത്സവം. 17-ാം അധ്യായം അത് മർമ്മം മഹദിയാം ബാബിലോൺ, 18-ാം അധ്യായം രാഷ്ട്ര ബാബിലോൺ, 19-ാം അധ്യായം കുഞ്ഞാടിന്റെ കല്യാണം, 20-ാം അധ്യായം അന്ത്യന്യായവിധിയാണ്. അനുശാസനം അനുസരിക്കാതെ മരണം മരിച്ച മർത്യരാശിയെ മുഴുവൻ മടക്കി വരുത്തി ഹിമധവളിമമായ വെണ്ണ സിംഹാസനത്തിലിരുത്തി അന്തിമ വിധി പുറപ്പെടുവിച്ച് അഗ്നിപ്പൊയ്കയിൽ തള്ളുന്ന രംഗമാണ് 20-ാം അധ്യായം. ഇനി 21-ാം അധ്യായമോ 1200 നാഴിക നീളവും 1200 നാഴിക വീതിയും 1200 നാഴിക ഉയരവുമുള്ള സമചതുര ഘനവടിവമായ കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടി പാർക്കാൻ മണവാളൻ ഒരുക്കുന്ന മണിയറ, ആ തങ്കക്കുട കെട്ടിടമ കനക കൊട്ടാരം, സ്വർഗത്തിൽ നിറങ്ങി വരുന്ന ഭാവികാല നിത്യത മാനവ ചരിത്രത്തിൽ തുടക്കം കുറിക്കുന്ന രംഗമാണ് 21-ാം അധ്യായം. 22-ാം അധ്യായം ഭാവികാല നിത്യതയുടെ രംഗമാണ്. അങ്ങനെയാണെങ്കിൽ വേദപുസ്തകത്തിലെ മനുഷ്യവർഗത്തിന്റെ ആത്യന്തിക ഭാവി വെളിപ്പെടുത്തുന്ന ഭാവികാല നിത്യതയുടെ പടിക്കെട്ടിലെത്തുമ്പോൾ മഹാദൈവത്തിന്റെ ഉള്ളിൽ നിന്നും വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നൊരു ശബ്ദം, യാതൊരു ശാപവും ഇനി ഉണ്ടാകയില്ല. ഇതിനർത്ഥം എന്താ? ഇത്രയും നാൾ മനുഷ്യകുലത്തെ ആബാധചൂടം വാദിച്ച അതിശക്തമായൊരു ശിക്ഷാവിധിയുടെ ശക്തി മനുഷ്യകുലത്തിന്മേൽ ആധിപത്യം പുലർത്തിയിരുന്നു എന്നാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവമക്കൾ ഗ്രഹിക്കണം, ഈ മേഖലകൾ കുടുംബങ്ങളെ വാഴുന്നു, ഇത് സഭകളെ വാഴുന്നു, ഇത് തലമുറകളുടെ മേൽ ആധിപത്യം പുലർത്തുന്നു. എന്നാൽ ദൈവമക്കൾ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കേണ്ട ഗൌരവമേറിയ ചിന്തകളുണ്ട്. അത് കുറഞ്ഞപക്ഷം 5 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ദൈവമക്കൾ ഗൌരവമായി സൂക്ഷിച്ചൊഴിയണം. അതിൽ ഒന്നാമത്തെ മണ്ഡലം ദൈവം വെച്ച അധികാരസ്ഥാനത്തോട് നമ്മുടെ വിധേയത്വം സംബന്ധിച്ചുള്ള മേഖല നമ്മൾ ഗൌരവമായി സൂക്ഷിക്കണം. 5 കൂട്ടം കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ ഗ്രഹിക്കേണ്ടത്. നിങ്ങളിത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇത് നിങ്ങളുടെ പ്രായോഗിക ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളായതുകൊണ്ട് നിങ്ങൾ വ്യക്തിപരമായി വിലയിരുത്താൻ കൂടുതൽ സമയമെടുക്കണം. 1, ദൈവം വെച്ച അധികാരസ്ഥാനത്തോട് ബന്ധത്തിൽ നമ്മുടെ നിലപാട് നമ്മൾ സൂക്ഷിക്കണം. 2ാമത്തെ പ്രധാനപ്പെട്ട വിഷയം വിഗ്രഹത്തോട് ബന്ധപ്പെട്ടാണ്. അതൊക്കെ അടുത്ത ദിവസങ്ങൾ ഞാൻ ഓർപ്പിക്കാം. 1ാമത്തെ കാര്യം എടുക്കുക. 5 കൂട്ടം കാര്യങ്ങളോട് പ്രധാനമായി ചിന്തിക്കേണ്ടത്: ദൈവം വെച്ച അധികാരസ്ഥാനം, വിഗ്രഹം, വിഗ്രഹാരാധനയുള്ള ബന്ധം, ദൈവത്തോടുള്ള ബന്ധത്തിലെ സാമ്പത്തിക വിഷയങ്ങളുടെ ക്രമങ്ങൾ, വിശുദ്ധമല്ലാത്ത സെക്ഷൽ റിലേഷൻഷിപ്പുകൾ, ശാപത്തോടുള്ള ബന്ധത്തിൽ വായിന്ന് വിളിച്ചു പറയുന്ന ക്ഷിപ്രകോപത്തിന്റെ പൊട്ടിച്ചെറുടെ വാക്കുകൾ, ഇതൊക്കെ തൊട്ട് മുൻപിൽ നമ്മൾ വരുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഇതിൽ 1ാമത്തെ ഭാഗം നമുക്കെടുക്കാം, ദൈവം വെച്ച അധികാരസ്ഥാനം. ഒന്ന് വായിച്ചാട്ടെ. റോമാലേഖനം 13-ാം അധ്യായം അതിന്റെ 1-2 വാക്യം. റോമാലേഖനം 13-ന്റെ 1-2 ഭാഗം വന്നിട്ട്.
ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ദൈവത്താൽ അല്ലാതെ ഒരധികാരവും. ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. വളരെ ശ്രദ്ധിക്കണേ, എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. അടുത്ത പ്രയോഗം, ദൈവത്താൽ അല്ലാതെ ഒരധികാരവുമില്ലല്ലോ. അപ്പൊ അധികാരത്തിന്റെ എല്ലാ കേന്ദ്ര ഉറവിടം ഏതാണ്? ദൈവമാണ്. അധികാരത്തിന്റെ കേന്ദ്ര ഉറവിടം ദൈവമാണ്. ദൈവമാണ് അധികാരം വെച്ചിരിക്കുന്നത്. ദൈവം എവിടെയൊക്കെ അധികാരം വെച്ചിട്ടുണ്ട്? വിവിധ തലങ്ങളിൽ ദൈവം അധികാരം വെച്ചിട്ടുണ്ട്. അധികാരം, കീഴ്പ്പെടൽ, ഈ രണ്ട് മണ്ഡലങ്ങളിലാണ് ദൈവം സഭയെ ക്രമീകരിച്ചിരിക്കുന്നത്, കുടുംബത്തെ ക്രമീകരിച്ചിരിക്കുന്നത്, രാഷ്ട്രത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ചോദിക്കട്ടെ, രാജ്യത്ത് അധികാരം നടത്താൻ ഒരു കൂട്ടരും വിധേയപ്പെടാൻ ഒരു കൂട്ടരുമില്ലേ? പോട്ടെ, സ്കൂളിൽ അധികാരം നടത്താൻ ഒരു കൂട്ടരും വിധേയപ്പെടാൻ ഒരു കൂട്ടരുമില്ലേ? സഭയിൽ അധികാരം നടത്താൻ ഒരു കൂട്ടരും വിധേയപ്പെടാൻ ഒരു കൂട്ടരുമില്ലേ? ബാങ്കിൽ അധികാരം നടത്താൻ ഒരു കൂട്ടരും അനുസരിക്കാൻ ഒരു കൂട്ടരുമില്ലേ? ഒരു ഓഫീസിൽ അധികാരം നടത്താൻ ഒരു കൂട്ടരും വിധേയപ്പെടാൻ ഒരു കൂട്ടരുമില്ലേ? രാജ്യത്ത് അധികാരം നടത്താൻ പോലീസുകാരുണ്ട്, വിധേയപ്പെടാൻ ജനങ്ങളുണ്ട്. ജനങ്ങളെല്ലാം കൂടെ അധികാരം നടത്തുകയാണെങ്കിൽ ആ രാജ്യത്തിന്റെ സ്വഭാവം എന്തായിരിക്കും? അരാജകത്വമായിരിക്കും, ഇല്ലേ? ഒരു സ്കൂളിൽ അധ്യാപകർ അധികാരം നടത്താനുണ്ട്, വിദ്യാർത്ഥികൾ വിധേയപ്പെടാനുണ്ട്. വിദ്യാർത്ഥികളെല്ലാം കൂടെ അധികാരം നടത്താൻ പോയാൽ ആ സ്കൂളിന്റെ സ്വഭാവം എന്തായിരിക്കും? മഹാരാജകത്വമായിരിക്കും. അതുപോലെ ഒരു സഭയിൽ പാസ്റ്റർ അധികാരം നടത്താനുണ്ട്, വിശ്വാസികൾ വിധേയപ്പെടാനുണ്ട്. വിശ്വാസികളെല്ലാം കൂടെ അധികാരം പാസ്റ്റർ മുകളിൽ നടത്താൻ തുടങ്ങിയാൽ ആ സഭയുടെ സ്ഥിതി എന്തായിരിക്കും? അരാജകത്വമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന രണ്ട് തൂണുകളിലാണ് ഈ അധികാര സ്ഥാനങ്ങളെ ദൈവം ഉറപ്പിച്ചിരിക്കുന്നത്. അധികാരത്തിന്റെ കേന്ദ്ര ബിന്ദു ആരെന്നറിയാമോ? മഹാദൈവമാണ്. ആ മഹാദൈവത്തിൽ നിന്നും അധികാരം ഭവനങ്ങളിലേക്ക് ഒഴുകുകയാണ്. അത് പ്രധാനമായും 4 തലങ്ങളിൽ അധികാരം ദൈവം സഭയ്ക്കകത്തും കുടുംബത്തിനകത്തും രാഷ്ട്രങ്ങൾക്കകത്തും വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് വായിക്കുവാനായിട്ട് പരിചയമുള്ള വാക്യമായിട്ട് ഒന്ന് ഞാൻ ഉദ്ധരിക്കാം, നാളെ ഞാൻ പറഞ്ഞു വായിപ്പിക്കാം. എബ്രായലേഖനം 13 നാം വായിക്കുന്നു, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് അവർക്ക് കീഴടങ്ങിയിരിപ്പീൻ, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. അതവർ ഞരക്കത്തോടുകൂടിയല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവീൻ, അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. അങ്ങനെയാണെങ്കിൽ സഭ ശുശ്രൂഷകന് കീഴ്പ്പെടുകയാണ്. ആത്മനിറവിന്റെ ലക്ഷണം എന്താ? നിങ്ങൾ വന്നാട്ടെ എഫേസ്യ ലേഖനത്തിലേക്ക് വന്ന് ആ ഭാഗം ഒന്ന് എടുക്കാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആത്മനിറവിന്റെ 4 ലക്ഷണം നമ്മൾ അക്കമിട്ട് പഠിക്കണം. ആത്മനിറവിന്റെ 4 ലക്ഷണം എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യം നിർത്തി ഒന്ന് വായിക്കണം. ആത്മനിറവിന്റെ 4 ലക്ഷണം വായിച്ചാട്ടെ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരാ, ശ്രദ്ധിച്ചു കേൾക്കുക, ആത്മാവിനാൽ ഭരിക്കപ്പെടുക, ആത്മാവിനാൽ നിറഞ്ഞവരായി. ഒന്ന് ആ ഭാഗം നമ്മൾ നോട്ട് ചെയ്യേണ്ട ഭാഗമാണ്. ഒന്ന്, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പ്രബോധിപ്പിക്കുക, തമ്മിൽ സംസാരിക്കുക. വായിച്ചാട്ടെ. തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടണം. വായിച്ചാട്ടെ. കീർത്തനം ചെയ്തു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുകയും. അപ്പോ ഒന്നാമത്തെ ഭാഗം സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും നോക്കിയേ, നിങ്ങൾ ആ ഭാഗത്തേക്ക് നോക്കിയേ. എന്തൊക്കെയാ? ഒന്ന് പറഞ്ഞേ, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിക്കണം. അടുത്ത വാക്യം. രണ്ട്, നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടണം. 3, അടുത്ത വാക്യം. ക്രിസ്തുവിന്റെ ഭയത്തിൽ, ഒടുവിലത്തെ വാക്യം, എല്ലാവരും സ്തോത്രം ചെയ്യണം. 3ാമത്തെ അടുത്ത ഭാഗം, ക്രിസ്തുവിന്റെ ഭയത്തിൽ. അങ്ങനെയാണെങ്കിൽ ആത്മനിറവിന്റെ 4 ലക്ഷണം. ഒന്നാമത്തെ ലക്ഷണം, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പ്രബോധിപ്പിക്കണം. 2, നിങ്ങളുടെ ഹൃദയങ്ങളിൽ പാടിയും കീർത്തനം ചെയ്യണം, തമ്മിൽ സംസാരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്തെന്നറിയാമോ? ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. ഇനി അധികാര തലത്തിലേക്ക് വരികയാണ്. അടുത്ത വാക്യം വായിച്ചട്ടെ. ഭാര്യമാരെ കർത്താവിനെന്നതുപോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും. അപ്പോൾ ശ്രദ്ധിക്കുക, അതിപ്രധാനമായി അധികാരതലം കുടുംബത്തിലേക്ക് വരുന്നു. ഒന്ന്, സഭയിലെ അധികാരതലം, വിശ്വാസികൾ ശുശ്രൂഷകന് കീഴടങ്ങുന്നു. 2, കുടുംബത്തിലെ അധികാരതലം, ഭാര്യ ഭർത്താവിന് കീഴടങ്ങുന്നു. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നിങ്ങൾക്കറിയാം, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മാതാപിതാക്കൾക്ക്. അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്ക് കീഴടങ്ങുന്നു.
അടുത്ത തലം 5-ാം വാക്യം വായിക്കുമ്പോൾ പറയുന്നു, ദാസന്മാരെ നിങ്ങളുടെ യജമാനന്മാർക്ക്. അങ്ങനെയാണെങ്കിൽ അധികാരത്തിന് 4 തലം നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. 1, ശുശ്രൂഷകന് സഭ കീഴ്പ്പെടുന്നു, അധികാരത്തിന്റെ 1-ാം തലം. 2, ഭർത്താവിന് ഭാര്യ കീഴ്പ്പെടുന്നു, അധികാരത്തിന്റെ 2-ാം തലം. 3, മാതാപിതാക്കൾക്ക് മക്കൾ കീഴ്പ്പെടുന്നു, അധികാരത്തിന്റെ 3-ാം തലം. 4, ദാസന്മാർ യജമാനന്മാർക്ക്. 4-ാമത്തെ ഭാഗം ഒരു സാർവത്രിക ഭാഗം അല്ലാത്തതുകൊണ്ട് ഈ 3 ഭാഗം മാത്രം എടുക്കാം. അതിൽ 1-ാമത്തെ ഭാഗം വീട്ടിൽ തുടങ്ങാം. 1, ഭർത്താവിന് ഭാര്യ കീഴ്പ്പെടുന്നു. 2, ശുശ്രൂഷകൻ സഭയോടുള്ള ബന്ധത്തിൽ സഭയ്ക്ക് ശുശ്രൂഷകനല്ല, ശുശ്രൂഷകന് സഭ കീഴ്പ്പെടുന്നു, ശുശ്രൂഷകന് സഭ കീഴ്പ്പെടുന്നു. 3-ാമത്തേത് മാതാപിതാക്കൾ മക്കൾക്കല്ല, മക്കൾ മാതാപിതാക്കൾക്ക് കീഴടങ്ങുന്നു. അപ്പോൾ 3 തലങ്ങൾ അധികാരത്തിന്റേതുണ്ട്. ഞാനിന്ന് രാത്രി ചോദിക്കട്ടെ, മനുഷ്യ ചരിത്രത്തിൽ ഈ അധികാരത്തിന്റെ വിനിയോഗത്തിന്റെ ലെവൽ തെറ്റിയാൽ ഉണ്ടാകുന്ന പരിണിത ഫലം നിങ്ങൾക്കറിയാമോ? ഞാൻ ഒറ്റ കാര്യം പറഞ്ഞാൽ, നമ്മുടെ പഴയ കുടുംബങ്ങളൊക്കെ എത്ര അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളായിരുന്നു അല്ലേ? ഒരു 10-25 കൊല്ലം മുമ്പ് നമ്മുടെ അപ്പച്ചന്മാര് അമ്മച്ചിമാര് തമ്മിലുള്ള ബന്ധത്തിൽ ഇവർ പരസ്പരം സംബോധന ചെയ്തൊരു രീതി ഓർക്കുന്നു. എന്റെ 10-98 വയസ്സ് പ്രായമുള്ള വല്യമ്മച്ചിയുടെ മങ്ങിയ ഓർമ്മ എനിക്കുണ്ട്. അപ്പച്ചനെ സംബോധന ചെയ്തത് എന്നീ പിള്ളേരുടെ അച്ചായൻ, വീട്ടിലെ അച്ചായൻ എന്നൊക്കെയാ. ആരെങ്കിലും വന്ന് അപ്പച്ചനെ തിരക്കുമ്പോ എന്നെ എന്തിയെ, എന്നെ പിള്ളേരുടെ അച്ചായൻ എന്തിയെ, വീട്ടിലെ അച്ചായൻ എന്തിയെ എന്നൊക്കെയാ ചോദിക്കുന്നത്. എന്നെ എന്തിയെന്ന് കണ്ടില്ല എന്നൊക്കെ പറയുമ്പോൾ പേര് വിളിക്കാൻ ബുദ്ധിമുട്ടായിട്ടൊന്നും അല്ല, സംബോധന പ്രയോഗത്തിന്റെ ബഹുമാനമാണ് ആ കുടുംബത്തിൽ നിലനിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരു കുറച്ചു നാൾ മുന്നോട്ട് കഴിഞ്ഞപ്പം എന്നെ പിള്ളേരുടെ അച്ചായനൊക്കെ അങ്ങ് മാറിയിട്ട് പേരിന്റെ കൂട്ടത്തിൽ അച്ചായൻ കൂടെ വിളിക്കാൻ തുടങ്ങി. തോമാച്ചായൻ, രായിച്ചായൻ, ബേവിച്ചായൻ, മർക്കോച്ചായൻ, ഇങ്ങനെ പേരിന്റെ കൂട്ടത്തിൽ അച്ചായൻ കൂടെ വിളിക്കാൻ തുടങ്ങി. ഇനി കുറെ കൂടെ കഴിഞ്ഞപ്പോ ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷത്തിൽ തോമ, രാജു, മർക്കോസ് ഇങ്ങനെ പേര് വിളി തുടങ്ങി. ഇനി ഇച്ചിരൂടെ കഴിയുമ്പോൾ ഇത് എവിടെ ചെല്ലുമെന്ന് ഒരു പിടിയില്ല. ഏതായാലും ഒരു വസ്തുത നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കണം. കുടുംബത്തിൽ അധികാര തലത്തോടുള്ള നിഷേധം, അതിന്റെ പരിണിത ഫലം കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യും. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, ഭർത്താവിന്റെ അധികാരത്തിന് കീഴടങ്ങാത്ത ഒരു ഭാര്യ, മാതാപിതാക്കളുടെ അധികാരത്തിന് കീഴ്പ്പെടാത്ത റിബല്യസായ തലമുറകൾക്ക് ജന്മം നൽകും. ഞാൻ ഈ സംഭവം ഓർക്കുന്നു. ഒരു ദിവസം ഒരു മാതാവ് പഠിക്കാത്തത് കൊണ്ട് മോനോട് പറഞ്ഞു, തിന്ന് പൊനത്ത് വരിക എന്നല്ലോടാ, വെട്ടി അറത്താൽ 4 പേരയ്ക്കുണ്ടല്ലോടാ, ഇങ്ങനെ ഒരു ജന്മം കമ്പ്യൂട്ടറും കൊണ്ടങ്ങ് നടക്കുക, ഒന്നും പഠിക്കണ്ട. ഏതായാലും വേണ്ടില്ല, ഈ വഴക്ക് പറഞ്ഞത് കൊച്ചൻ ഒട്ടും സൂചിച്ചില്ല. അന്ന് വൈകിട്ട് അവൻ കയറി കിടന്നു. രാവിലെ അമ്മ മോനെ ചായ കൊടുക്കാൻ വിളിച്ചപ്പോൾ മുറിക്കകത്ത് അനക്കമില്ല. രാവിലെ മുറിക്കകത്ത് അനക്കമില്ലാതെ വന്നപ്പോൾ മുറിക്കകന്ന് കുട്ടി കതക് തുറന്നപ്പോൾ മുറിക്കകത്ത് മോനില്ല. മോനെ എന്ന് വിളിച്ച് വീടിന്റെ പിൻഭാഗത്തേക്ക് ചെന്നപ്പോൾ വീടിന്റെ പുറകുവശത്തെ ഒരു തേക്ക് മരത്തിൽ കൊച്ചൻ കെട്ടി ഞാന്ന് കിടപ്പുണ്ട്. 13 വയസ്സുകാരൻ കെട്ടി തൂങ്ങിക്കിടപ്പുണ്ട്. സ്തോത്രം. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, ആ അമ്മയുടെ സമനില തെറ്റി കാലിലോട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് അയ്യോ നീ ഇത് ചെയ്തല്ലോടാ എന്ന് പറഞ്ഞ് ഈ അമ്മ അലറിക്കരഞ്ഞ് നിലത്തേക്ക് വീണ് അങ്ങനെ നിലവിളിച്ച് കരയുന്ന സമയം കണ്ണ് ഒന്ന് തുടച്ച് നേരെ നോക്കിയപ്പോൾ ഒരു കല്ലിന്റെ പുറത്ത് ഒരു പേപ്പർ വെച്ചിട്ട് അതിന്റെ പുറത്ത് ഒരു കല്ല് വെച്ചിരിക്കുന്നു. ആ പേപ്പർ എടുത്ത് വായിച്ചപ്പോൾ എഴുതിയിരിക്കുകയാണ്, അമ്മ പറഞ്ഞില്ലേ വെട്ടി അറത്താൽ 4 പേരയ്ക്കുണ്ടെന്ന്, വേണ്ട കിടക്കുന്നു, അറുത്ത് മുറിച്ച് പണതോ. ഞാൻ ആ കുടുംബത്തിന്റെ പശ്ചാത്തലം ഒന്ന് അന്വേഷിച്ചപ്പോൾ അയൽപക്കക്കാരിൽ നിന്നും സഭയോട് ബന്ധപ്പെട്ടവരിൽ നിന്നും എനിക്ക് കിട്ടിയ റിപ്പോർട്ട് കേൾക്കണോ, ഒരിക്കൽ പോലും ആ ഭർത്താവിന്റെ അധികാരത്തിന് കീഴ്പ്പെടാത്ത സ്ത്രീയായിരുന്നു ആ ഭാര്യ. കുടുംബ കലഹം അവിടെ പതിവായിരുന്നു. എങ്ങനെയുണ്ട് കുടുംബം എന്ന് ചോദിച്ചാൽ സൈക്കിൾ എന്ന് വീണവന്റെ ചിരിയ എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോഴും പണ്ട് നാട്ടിൽ ദൈവത്തിന് സ്തോത്രം കവലയ്ക്ക് മെനക്കേട് ബെഞ്ച് എന്ന് പറഞ്ഞ സാധനമുണ്ട്. മെനക്കേട് ബെഞ്ച് സന്ധിയാകുമ്പോ അപ്പച്ചന്മാരൊക്കെ വർത്താനം പറയുന്ന അവസ്ഥ വരും. ഇപ്പൊ പിള്ളേര് സൈക്കിളിൽ കയറാൻ വേണ്ടി സൈക്കിൾ കയറ്റം പഠിക്കുന്ന സമയം അങ്ങോട്ട് കയറി പഠിച്ച് ചിലര് പ്രസംഗിക്കുന്നത് പോലെ തുടങ്ങാനേ അറിയത്തുള്ളൂ, നിർത്താൻ അറിയാതെ വരുന്ന രംഗം. ഇവത്തോട്ട് കയറി സൈക്കിൾ ചവിട്ടി കഴിയുമ്പോൾ ബ്രേക്ക് പിടിച്ച് നിർത്താൻ അറിയാതെ ടാറിന്റെ പുറത്തോട്ട് വന്ന് ബ്രേക്ക് അങ്ങോട്ട് പിടിച്ചു കഴിയുമ്പോൾ ഡ്രൂന്ന് പറഞ്ഞ ഒറ്റ തെന്നു തിന്നുകയും ഈ കൊച്ചൻ നിലത്തോട്ട് വീഴുന്ന കൂട്ടത്തിൽ പൃഷ്ഠഭാഗവും നിക്കറും കൂടെ ടാറെ കൂടെ ഒരഞ്ഞൊരു പോക്കുണ്ട്.
കൊച്ചന്മാരെല്ലാം കൂടെ മക്കളെ എന്നാ പറ്റിയടാ എന്ന് പറഞ്ഞ് ബെഞ്ചേന്ന് ചാടി എണീറ്റ് നോക്കുമ്പം അഭിമാനം കൊണ്ട് കൊച്ചൻ ചാടി തട്ടിക്കൊട്ടി എഴുന്നേറ്റ് സൈക്കിൾ നേരെ വെച്ച് എന്നാ പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു കൈ കൊണ്ട് പൃഷ്ഠഭാഗത്ത് നിക്കറയിൽ ഒരു തിരുമ്മിട്ട് പറച്ചിലുണ്ട്. ഒന്നും പറ്റിയില്ലെന്ന് ഈ കൊച്ചൻ ഈ തിരുമ്മി പറയുമ്പം ചങ്കയിലോട്ട് വേദന ഇരച്ചരച്ച് കയറുക നോക്കണം. പല കുടുംബങ്ങളുടെയും ഉള്ളിലേക്ക് നമ്മൾ നോക്കിയാൽ മനസ്സുകൊണ്ട് ഡൈവോഴ്സ് ചെയ്തവരെ പോലെ ഒരു കൂരയ്ക്ക് കീഴിൽ കഴിയുക. പിന്നെ മലയാളി കുടുംബങ്ങളെ സംബന്ധിച്ച് ദൈവത്തിന് സ്തോത്രം, നാട്ടിലെ പൂച്ചയുടെയും പട്ടിയുടെയും കാര്യമാണ് പറഞ്ഞതുപോലെ. തമ്മിലൊരിക്കലും ചേർത്തുമില്ല, ഒരു ഊരയുടെ കീഴെന്ന് പോകത്തുമില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന കൃപ ലഭിച്ച ദൈവമക്കൾ ഒരു കാര്യം പ്രത്യേകം തിരിച്ചറിയണം. മനുഷ്യ ചരിത്രത്തിലെ സകല ദുരന്തങ്ങളും അതിന്റെ പരിണിത ഫലത്തോടെ വരുത്തിവെച്ച ആദ്യത്തെ സംഭവം എന്നറിയാമോ? ക്ലാസ്സാണല്ലോ, ഉത്തരം പറയാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. മനുഷ്യ ചരിത്രത്തിലെ സകല ദുരന്തങ്ങളും അതിന്റെ ആത്യന്തിക ഫലത്തോടെ വരുത്തിവെച്ച സംഭവം ഏതാ? ആദ്യത്തെ സംഭവം ഏദൻ പർദീസയിലെ സംഭവമാണ്. ഏദൻ പർദീസയിൽ എന്താ സംഭവിച്ചേ? നിങ്ങൾ ആഴത്തൊന്ന് ചിന്തിച്ചു നോക്കി. ഏദൻ പർദീസയിൽ സംഭവിച്ച സംഭവം ബൈബിൾ വെളിച്ചത്തിൽ വിവേചിച്ചാൽ മനുഷ്യകുലത്തിൽ ശാപവും അതിന്റെ പരിണിത ഫലവും വരുത്തി ആദ്യത്തെ സംഭവം അധികാര നിഷേധമായിരുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ നാട്ടിൽ ചെന്ന് ഒരു ദിവസം പശുവിന് ചില തീറ്റ ഇട്ട് കൊടുക്കാൻ വേണ്ടി തൊഴുത്തിലോട്ട് ചെന്നു. പശുവിന് തീറ്റ അങ്ങോട്ട് ഇട്ട് കൊടുത്തപ്പോ പശു വാ വിളിച്ച് ചോദിക്കുക, കൊച്ചമ്മ എന്താണ് വിശേഷം, ശരീരസ്ഥിതിയൊക്കെ എങ്ങനെയുണ്ട് എന്ന് വാ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾ അവിടെ എങ്ങാനും നിൽക്കുവോ? സ്തോത്രം. തിരിച്ചോടിയാൽ എവിടെ വരെ ഓടും? എന്റെ വാത്സല്യ സഹോദരങ്ങളെ, ഒരു ദിവസം അവ്വ അമ്മച്ചി വേദിക്കരികിൽ വന്നപ്പോ പാമ്പ് വരിക, സംഭാഷണവുമായിട്ടാ വരുന്നേ. അമ്മച്ചി ഓടിയില്ല. കാര്യമെന്നറിയാമോ? മൃഗജാലങ്ങളുമായി സംസാരത്തിന് അന്നത്തെ കാലത്ത് ശേഷിയുണ്ടായിരുന്നു എന്ന് വരുന്ന വ്യക്തമായ ബോധ്യമാണ് സംഭാഷണത്തിൽ കിട്ടുന്നത്. എന്തായിരിക്കും സംസാരം എല്ലാം വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ലെങ്കിലും നേരിൽ ചാടിക്കയറി ഈ വൃക്ഷഫലം തിന്നരുത് എന്ന് വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോന്നുമല്ല. മിക്കവാറും സംസാരം സ്ലോയിൽ അങ്ങോട്ട് തുടങ്ങും. എന്തായിരിക്കും? പഴയ താമസക്കാരനല്ലേ ഇവൻ പറഞ്ഞു തുടങ്ങിയത്. കൊച്ചമ്മ എന്തുകൊണ്ട് വിശേഷം? നിങ്ങൾ ഇവിടെ പുതിയ താമസക്കാർ വന്ന കാര്യം അറിഞ്ഞെങ്കിലും വന്നൊന്ന് പരിചയപ്പെടാനൊന്നും അവസരം ഉണ്ടായില്ല. സമയമാകട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞാൻ അല്പം തിരക്കിലായിരുന്നു. എങ്ങനെയുണ്ട് പുതിയ താമസമൊക്കെ? അല്ല, ശരീരസ്ഥിതിയൊക്കെ മെച്ചമായിരിക്കുന്നു. ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അല്ല, മുഖത്തന്നെ ഒരു ക്ഷീണമൊക്കെ. എന്നിട്ട് വീണ്ടും എടുത്തൊരു ചോദ്യം, ഇക്കിളിപ്പെടുത്തുന്ന ഒരു ചോദ്യം, ഈ വൃക്ഷഫലം തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? ഞാൻ ഇതിനകത്ത് ചോദിക്കട്ടെ, നിങ്ങളുടെ സാന്നിധ്യത്തിൽ നിങ്ങളുടെ ഭർത്താവിനോട് മാത്രം ഒരാളുടെ കാര്യം പറഞ്ഞു, ആ കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യം നിങ്ങൾക്കില്ല. ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ നിങ്ങളോട് ആ കാര്യം വന്ന് ഒരാൾ ചോദിച്ചാൽ നിങ്ങൾ മാനം മര്യാദയുള്ളൊരു അമ്മച്ചിയാന്ന് പറയുന്നില്ല. എന്നോടല്ല പറഞ്ഞു, അച്ഛനോടാ പറഞ്ഞു, പുള്ളിയെ ഞാനിപ്പോ വിളിച്ചോണ്ട് വരാം, ഇതല്ലേ പറയുന്നേ. എന്നാ കൊച്ചമ്മ ഒറ്റയ്ക്ക് കച്ചവടം തുടങ്ങിയതാണ് ഈ കുഴപ്പത്തിന്റെ മുഴുവൻ തുടക്കം. സ്തോത്രം. മനസ്സിലായില്ലായിരിക്കുമല്ലേ? ഒരു കുടുംബത്തിൽ ദൈവം വെച്ച് അധികാരസ്ഥാനത്തെ നിഷേധിച്ചുകൊണ്ട് വ്യക്തിപരമായി മറുപടി പറഞ്ഞതോടുകൂടെ പാപക്കരി പിടിച്ചു കടിച്ചു പാളിച്ചതറ്റി പാപത്തിൽ വീഴുകയും അതിന്റെ പരിണിത ഫലം ഒരു തലമുറയിൽ മാത്രമല്ല മനുഷ്യജാതിയിലെ കൊഴുകുകയും ചെയ്തു എങ്കിൽ എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ശ്രദ്ധിക്കുക. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകിയ കുടുംബ ബന്ധത്തിൽ അധികാര തലത്തോട് നിങ്ങൾ കാട്ടുന്ന നിഷേധം വേദപുസ്തകത്തിന്റെ വ്യവസ്ഥയുള്ള ശക്തമായ നിഷേധമായിരിക്കും. ഞങ്ങളൊക്കെ കല്യാണം കഴിപ്പിക്കുന്ന സമയത്ത് പ്രതിജ്ഞാവാചകം പറഞ്ഞു തരുന്ന ശൈലിയൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഓർക്കണം, അല്ലേ? ആ കൈ അങ്ങോട്ട് പിടിപ്പിച്ച് സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന ഏത് ജീവിത സാഹചര്യത്തിലും ഞാൻ അങ്ങയെ സ്നേഹിച്ചും ബഹുമാനിച്ചും അനുസരിച്ചും കീഴ്പ്പെട്ടും ഒരു ഉത്തമ ഭാര്യയുടെ വിശിഷ്ട കടപ്പാടുകൾ ദൈവജന സാന്നിധ്യം സത്യസന്ധമായി നിർവഹിച്ചുകൊള്ളാമെന്ന് ഉയരത്തിൽ പിതാവായ ദൈവത്തെയും നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിനെയും ശക്തനായ പരിശുദ്ധാത്മാവിനെയും സാക്ഷിയാക്കി ഞാൻ അങ്ങയോട് ഉറപ്പായി ഉടമ്പടി ചെയ്തുകൊള്ളുന്നു. ഈ ഉടമ്പടിക്ക് ദൈവത്തിന്റെ വിശുദ്ധന്മാരും സാക്ഷികളെന്ന് പറഞ്ഞാൽ കൂട്ടിക്കെട്ടി കൈ കൊടുക്കുന്നത്. 10 ദിവസം കഴിഞ്ഞൊരു കൊച്ച അസ്വസ്ഥത തുടങ്ങുമ്പോൾ പറയും കാലൻ. ഇന്ന് രാത്രി എന്റെ മുൻപിലിരുന്ന് വചനം കേൾക്കുന്ന ദൈവമക്കൾ ആഴത്തിൽ ചിന്തിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ വരുത്തുന്ന അധികാര നിഷേധത്തിന്റെ പരിണിത ഫലം
നിങ്ങൾ കൊയ്യും എന്ന വസ്തുത ആഴത്തിൽ അറിഞ്ഞുകൊണ്ട് എന്റെ ദൈവത്തിന്റെ ജ്വലിക്കുന്ന കണ്ണുകൾ എന്റെ ഭവനത്തിലേക്ക് ഉയർന്നാൽ എന്റെ ദൈവം വെച്ച അധികാര സ്ഥാനത്തിന്റെ വിധേയത്വം അങ്ങേയറ്റം എന്റെ കുടുംബത്തിൽ പുലർത്തിയിട്ടുണ്ട് എന്ന് ധൈര്യത്തോടെ പറയാൻ പ്രാഗൽഭ്യമുള്ള എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, നമ്മുടെ വായിൽ നിന്ന് അന്യഭാഷ മാത്രം ഉയർന്നാൽ പോരാ. ഞാൻ ഒരിക്കൽ ഒരു യോഗം കഴിഞ്ഞ് പ്രസംഗാനന്തരം ഒരു പാസ്റ്ററുടെ ഫെയ്ത്ത് ഹോമിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫെയ്ത്ത് ഹോമിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു കോമൺ റോഡ് സൈഡിൽ ടാപ്പിൽ നിന്ന് വെള്ളമെടുക്കുന്ന സ്ത്രീകൾ ഉച്ചത്തിൽ സംസാരിക്കുന്ന ശബ്ദം കേട്ടു. അതിൽ ഒരു സഹോദരിയുടെ വായിൽ നിന്ന് വല്ലാത്ത വികട സരസ്വതി, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ വല്ലാത്ത ഭാഷ ഒഴുകുക. അപ്പൊ ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ, മുമ്പേ ഞാൻ വാക്യം പറഞ്ഞപ്പോൾ ചടുചടാ എന്ന വാക്യം വായിച്ചു തന്ന ശബ്ദം തന്നെയാണല്ലോ ഈ കേൾക്കുന്ന ശബ്ദവും. അപ്പോ ആ പാസ്റ്റർ എന്നോട് പറഞ്ഞു, മിണ്ടണ്ട, ആ ശബ്ദം തന്നെയാ. സ്തോത്രം. ഇന്ന് രാത്രി ദൈവവചനമാകട്ടെ, ആരാധനയാകട്ടെ, ഉച്ചസ്ഥായിയിൽ നടത്തുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തെ നമുക്ക് ആഴത്തിലൊന്ന് വിലയിരുത്തിയിട്ട്, ദൈവമേ, നീ വെച്ച അധികാര സ്ഥാനത്തിന്റെ നിഷേധം എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യാൻ കഴിയുമോ? ഒരു വസ്തുത ഓർക്കുക, നമ്മുടെ കുടുംബത്തിൽ വരുത്തുന്ന കൊച്ചു കൊച്ചു വിഷയങ്ങളുടെ പരിണിത ഫലം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടാക്കും. ഇതിന് വിവിധ തലങ്ങളുള്ളതാണ്, ഞാൻ വിശദീകരിക്കാം. എന്റെ മുൻപിലിരിക്കുന്ന കുടുംബാംഗങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മാതാപിതാക്കൾ ഒരുമിച്ചാരംഭിക്കുന്ന കുടുംബജീവിതത്തിൽ ഉയരുന്ന പ്രതിസന്ധികളുടെ പുറകിൽ അത്യുഗ്രമായ പ്രത്യാഘാതങ്ങൾ വരുത്തിവെക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സംഭവിച്ചില്ലെങ്കിലും അതിന്റെ പരിണിത ഫലമായി അനുഗ്രഹത്തിന്റെ തടസ്സങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വരുത്തിവെക്കും. നിങ്ങൾക്കറിയാമോ, കേരളത്തിലും മറ്റും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കൊലപാതകങ്ങൾ ഞെട്ടിപ്പിക്കുന്നതല്ലേ? സ്തോത്രം. സ്വന്തം ഭാര്യയെ നീചമായി കൊല്ലാൻ അഡ്വാൻസ് വാങ്ങിച്ച ന്യൂയോർക്കുകാരനെ കുറിച്ച് നിങ്ങൾക്കറിയാം. എന്നെ ഞെട്ടിപ്പിച്ച മറ്റൊരു സംഭവമുണ്ട്. ഇൻഡോറിൽ നടന്ന കൊലപാതക പശ്ചാത്തലം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൺവെൻഷന് വേണ്ടി ഇൻഡോറിലെത്തിയിട്ട് അവിടെ നിന്ന് എയർപോർട്ടിലേക്ക് വരുന്നതിന് തൊട്ടു മുൻപ് ആ സംഭവത്തിൽ ആദ്യം പോലീസ് കസ്റ്റഡിയിലെടുത്ത പെന്തക്കോസ്തുകാരനായ ചെറുപ്പക്കാരനുമായി സംസാരിച്ചപ്പോൾ രാത്രിയിൽ വെളുപ്പിനെ 3 മണിക്ക് സ്വന്തം ഭർത്താവിനെ കട്ടിലിൽ വെച്ച് കമ്പി വടി കൊണ്ട് അടിച്ചു കൊന്നതിന് ശേഷം ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ടുവന്ന് രണ്ട് പുരികക്കൊടിയുടെയും ഇടയിലുള്ള നെറ്റിയിലേക്ക് ഒരു സഹോദരി പിടിച്ചുകൊടുത്ത ആ പ്രത്യേക സ്ക്രൂ ഡ്രൈവറിൽ ആ ചെറുപ്പക്കാരൻ ചുറ്റിക കൊണ്ട് അടിച്ചിറക്കി അപ്പുറം കടത്തുമ്പോൾ ഈ ബോഡി പിടയ്ക്കാതിരിക്കാൻ കട്ടിലിനോട് ചേർത്ത് പിടിച്ചുകൊടുത്ത സഹോദരി പെന്തക്കോസ്തുകാരി, IPC-കാരി, റാന്നിക്കാരി. എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ എന്താ കേൾക്കുന്നത്? ഷീബ വധക്കേസ് കേട്ടില്ലേ? ഷീബ വധക്കേസ്. സ്വന്തം ഭാര്യയെ കൊല്ലുവാൻ വേണ്ടി അകത്തേക്ക് വെട്ടുകത്തിയുമായി കയറുമ്പോൾ റിപ്പോർട്ട് അനുസരിച്ച് ഉറങ്ങിക്കിടന്ന ഭാര്യയെ വായ് വെട്ടിപ്പിളർന്നിട്ട് നാക്കെടുത്ത് പുറത്തെടുത്തിട്ട് വെട്ടിക്കളഞ്ഞില്ലേ? ഓ, ഇത് ആർക്ക് ചെയ്യാൻ കഴിയും? മനുഷ്യന് ചെയ്യാൻ കഴിയുമോ? അവിടെയെല്ലാം പോലീസ് റിപ്പോർട്ട് ചെയ്തൊരു സംഭവമുണ്ട്. ആ കുടുംബങ്ങളിൽ കലഹം സ്ഥിര സംഭവമായിരുന്നു. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങളുടെ കുടുംബങ്ങളിൽ ഒരിക്കലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരികയില്ല. എന്നാൽ സർവശക്തന്റെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ പ്രാർത്ഥനയുടെ മറുപടിയെ തടയുന്നത് നിങ്ങളുടെ ഭവനങ്ങളിൽ ഉയരുന്നെങ്കിൽ ഒരു ശിക്ഷാവിധിയുടെ ശക്തി നിങ്ങളുടെ ഭവനത്തിന് പുറകിൽ നിൽക്കുന്നു. ഞാനിന്ന് രാത്രി ഒരു പ്രത്യേക സംഭവം ഓർക്കുന്നു. ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പാണ്. ശക്തമായി പ്രാർത്ഥന നടക്കുമ്പോൾ കടുങ്കട്ട് വീണൊരു കുടുംബത്തിന്റെ പ്രശ്നം അഴിച്ചെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം ദൈവാത്മാവ് പറഞ്ഞു, ഈ ഭവനത്തിൽ ആത്മഹത്യയുടെ ഒരു ശക്തി വ്യാപരിക്കുന്നു. ഞാൻ നാളെ സമയമുണ്ടെങ്കിൽ പറയാം. ഒരു വീട്ടമ്മയുടെ കണ്ണുനീർത്തുള്ളികൾ വീഴുന്ന ഭവനത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയ്ക്ക് സർവശക്തന്റെ ചെവി ഒരിക്കലും ചായ്ക്കില്ലെന്ന മലാക്കി പ്രവചനം ഉറപ്പിച്ചു പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വാക്കുകളുടെ മുൻപിൽ സംസാരിച്ചു നോക്കി എന്താ വിഷയം? അപ്പോൾ ആ സഹോദരി പറഞ്ഞ രംഗം ഓർക്കുന്നു. അന്നേക്ക് 28 കൊല്ലങ്ങൾക്ക് പുറകിൽ അറിയാവുന്ന ഒരു ഭവനമാണ്. ആറ്റുകടവിൽ നിന്നൊരൽപ്പം മാറിയുള്ള വീട്. 3 പെൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ ഈ അമ്മ, ഈ സഹോദരി സഹിക്കാൻ കഴിയാത്ത മാനസിക വേദനയിലായി. സഹിക്കാൻ കഴിയുന്നില്ല. തന്റെ ഭർത്താവിന്റെ സ്നേഹക്കുറവും വഴിവിട്ട ചില നീക്കങ്ങളും അവളുടെ മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. അന്നൊരു ദിവസം അവൾ തീരുമാനിച്ചു, ഇല്ല,
ഇനിയും ജീവിക്കുന്നില്ല. അവൾ ചെയ്തെന്നറിയാമോ? വെളുപ്പിന് 2 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് 3 കുഞ്ഞുങ്ങളെയും, പിഞ്ചു കുഞ്ഞുങ്ങളെ 3 പേരെയും കട്ടിൽ ഉറക്കിക്കിടത്തിയിട്ട്, 3 പെൺമക്കളെ കട്ടിൽ ഉറക്കിക്കിടത്തിയിട്ട് മാറി മാറി 3 കുഞ്ഞുങ്ങൾക്ക് ഉമ്മ കൊടുത്തതിന് ശേഷം അവൾ നേരെ ആറ്റുകടവിലേക്ക് ഓടി. അവൾ മനസ്സിൽ കരുതി വെച്ചിരുന്ന ആറ്റുകടവിലെ കല്ലിലോട്ട് കയറി നിന്നു. ചാടാൻ, ആത്മഹത്യയ്ക്ക് വേണ്ടി കയത്തിലോട്ട് ചാടാൻ തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് അവളൊരു അന്തർഗതം പോലെ കേട്ടു കുഞ്ഞിന്റെ കരച്ചിൽ. ഇവൾ തിരിച്ചോടി മുറിക്കകത്ത് കയറി വന്നപ്പോൾ ഇളയ കുഞ്ഞ് എഴുന്നേറ്റിരുന്ന് കരയുക. ഈ അമ്മ 3 കുഞ്ഞുങ്ങളെയും വാരി പിടിച്ചുകൊണ്ട് ഇങ്ങനെ അലറിക്കരഞ്ഞുകൊണ്ട് രാത്രി പറഞ്ഞു, മക്കളെ, ഇനിയും അമ്മ മരിക്കില്ല, നിങ്ങൾക്ക് വേണ്ടി കുടുംബജീവിതം അഭിനയിച്ച് ഞാൻ ഈ വീട്ടിൽ ജീവിക്കും. ആ സഹോദരി ആ പ്രാർത്ഥനാ കൂട്ടത്തിൽ പറഞ്ഞു, 28 കൊല്ലമായി ഞാൻ ഈ വീട്ടിൽ അഭിനയിക്കുന്നു. ഇതിൽ പെന്തക്കോസ്ത് പശ്ചാത്തലമുള്ള കുടുംബത്തിന്റെ സംഭവമാണെന്ന് തിരിച്ചറിയുമ്പോൾ എന്റെ മുൻപിൽ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ചോദിക്കുന്നു, തിളയ്ക്കുന്ന, സ്നേഹം കത്തുന്ന 2 മെഴുകുതിരികൾ ഒരു മൂശയിൽ ഉടച്ചൊഴിച്ചു വാർക്കുന്നത് പോലെ ഒന്നായി തീരാൻ വിളിക്കപ്പെട്ട നിങ്ങളുടെ കത്തുന്ന സ്നേഹത്തിനകത്ത് പണിയപ്പെട്ട ഭവനത്തെ അധികാര നിഷേധത്താൽ പിശാച് കശക്കി എറിഞ്ഞിട്ടും പച്ചച്ചിരിയോടെ അന്യഭാഷയും കയ്യടിയും പറഞ്ഞ് ആരാധിക്കുമ്പോൾ അനുഗ്രഹത്തെ മുഴുവൻ തടസ്സപ്പെടുത്തുന്ന അദൃശ്യശക്തി നിന്റെ ഭവനത്തെ വാഴുന്നു എന്ന സത്യം ഇന്ന് രാത്രി തിരിച്ചറിയണം. അതിന്റെ പരിണിത ഫലം ഒരു തലമുറ കൊണ്ട് പോലും തീർന്നില്ലെന്ന് വരാം. ഞാനിന്ന് രാത്രി വിശദീകരിക്കുന്നില്ല, പ്രാർത്ഥനയ്ക്കായിട്ടുള്ള സമയം വേർതിരിക്കുകയാണ്. നാളെ രാത്രി ഞാൻ ബാക്കി പറയാം. എല്ലാ കണ്ണുകളിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ, എല്ലാ വായിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ, എല്ലാ അധരങ്ങളിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ. രക്തത്താൽ ജയം. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കണ്ണുകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുകയാണ്. യേശുവിന്റെ രക്തത്താൽ ജയം. അഭിഷിക്തന്മാരെല്ലാവരും പ്രാർത്ഥനയിൽ ജാഗരിച്ചാട്ടെ. ചില കുടുംബങ്ങളുടെ കടുങ്കത്തഴിയുന്ന രാത്രി, ചില ബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറുന്ന രാത്രി. നാളുകളായി ഭവനത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈഴത്തിന്റെ ശക്തികൾ നിന്റെ ഭവനത്തെ കുപ്പിച്ചില് പൊട്ടിച്ചിതറി കിടക്കുന്നത് പോലെ ചിതറിക്കിടക്കുന്നത് കണ്ടുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഴയ പാമ്പിന്റെ വൈകൃത പ്രവർത്തികളുടെ മേൽ ജയമെടുക്കാനുള്ള ആത്മീക അധികാരം ഈ ആത്മീക ശുശ്രൂഷയ്ക്ക് നടുവിൽ വ്യാപരിക്കുകയാ. കൃപ ലഭിച്ച ദൈവമക്കൾ ആത്മാവിൽ പോരാടിക്കാട്ടെ. രക്തത്താൽ ജയം. ഹംബൽ ഘടകന അധികനയ രകൽ ഘടക രാധികനയ രകനക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശ്രദ്ധിക്കണേ. ചില പ്രത്യേക സമയത്ത് പ്രതീക്ഷിക്കാത്ത നിലകളിൽ ക്ഷിപ്രകോപത്താൽ വിളിച്ചു പറയുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ വാക്കുകളില്ലേ? സഹോദരന്മാർ ശ്രദ്ധിക്കുക. വരുത്തിവെക്കുന്ന ദുരന്ത ഫലം ചെറുതല്ലെന്ന് തിരിച്ചറിയണം. നിങ്ങൾക്കറിയാം, ഒരു കർത്തൃദാസൻ പറഞ്ഞു, ഈ എരിഹോ പണിയുന്നവൻ ശപിക്കപ്പെട്ടവൻ. അവനതിന് അടിസ്ഥാനമിടുമ്പോൾ മൂത്ത മകനും പടിവാതിൽ തുറക്കുമ്പോൾ ഇളയവനും നഷ്ടമാകും. 2 മരണം ഒരാളിന്റെ വായിൽ നിന്ന് ശാപമായി പുറപ്പെടുകയാണ്. കാലങ്ങൾ കഴിഞ്ഞു. ബേഥേലിയനായ ഹിയേൽ അതിനടിത്തറയിട്ടപ്പോൾ 1 മരണം, പടിവാതിൽ തൊടുത്തപ്പോൾ അടുത്ത മരണം. 2 ചെറുപ്പക്കാരുടെ ബോഡി ഒരു വീട്ടിൽ മരിച്ചു കിടക്കുമ്പോൾ ആ വീട്ടമ്മ തന്റെ കുഞ്ഞുങ്ങളുടെ ആ ബോഡിയിൽ കെട്ടിപ്പിടിച്ച് അലറിക്കരയുമ്പോൾ ഇതിന്റെ പുറകിൽ ചില കാരണങ്ങൾ നിൽക്കുന്നു എന്ന സഹോദരി തിരിച്ചറിഞ്ഞു കാണില്ല. എന്റെ മുൻപിലിരിക്കുന്ന സഹോദരന്മാരെ, ദൈവം നിങ്ങളെ കുടുംബത്തിൽ ഒന്നാക്കിയിരിക്കെ താൽക്കാലികവും അപ്രധാനവുമായ വിഷയങ്ങളെ കേന്ദ്രീകരിച്ച് വീട്ടിൽ വെച്ചിരിക്കുന്ന അധികാരസ്ഥാനത്തെ നിഷേധിച്ച് പൊട്ടിത്തെറിച്ചു പറയുന്ന ശാപവാക്കുകൾ കൈപ്പോടെ കരയുന്ന കറുത്ത വിഷയങ്ങൾക്ക് വഴിമരുന്നിടും എന്നിന്ന് രാത്രി പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തുമ്പോൾ ഒരു പുതിയ അധ്യായത്തിനായി ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ എത്ര പേർ തയ്യാറാകും? ഗ്ലോറി, ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയം. എല്ലാവരും പ്രാർത്ഥനാ നിരതരാകട്ടെ. കടന്നു വന്നിരിക്കുന്ന സഹോദരങ്ങളെല്ലാവരും മുട്ടിന്മേൽ നിൽക്കാവുന്നവരും മുട്ടിന്മേൽ എഴുന്നേറ്റ് നിന്നാട്ടെ. അല്പ മിനിറ്റുകൾ 2 കൈയും കർത്താവിങ്കിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച്
ഓ രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഹംദൽ ഘടകനാധികജാതികൾ ഘടകനേതികരകൾ ഘടകവാദികന ആരകനക രക്തത്താൽ ജയം. പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷത്തിൽ പരിശുദ്ധാത്മാവിടെ ക്രിയ ചെയ്യുന്ന രാത്രിയാണ്. ചില വ്യക്തിപരമായ വിഷയങ്ങളിലേക്ക് ദൈവാത്മാവിന്റെ രാത്രി ഇറങ്ങിച്ചെല്ലുകയാണ്. നിന്റെ ഭവനത്തെ ബന്ധിക്കുന്ന ചില കറുത്ത കടുങ്കെട്ടുകളെ കർത്താവിന്റെ രാത്രി അഴിച്ചു മാറ്റുകയാണ്. അന്ധകാര ശക്തികൾ അവകാശവാദം ചെയ്യുന്ന ചില പ്രത്യേക മേഖലകളോട് ദൈവാത്മാവിന്റെ രാത്രി ഇടപെടുകയാണ്. പരിശുദ്ധാത്മാവിന്റെ രാത്രിയിൽ അവന്റെ ക്രിയ ഇവിടെ നടത്തുന്ന രാത്രിയാണ്. ഓ രക്തത്താൽ ജയം. ഹല്ലേലൂയ. യെശയ്യാവിന്റെ ദർശനത്തിൽ പറന്നിറങ്ങിയ കൊടുവിൽ കനൽക്കട്ടയുമായി പറന്നിറങ്ങിയ ദൈവത്തിന്റെ ദൂതൻ നാവിനെ തൊട്ടതുപോലെ ഇന്ന് രാത്രിയിൽ ചില നാവുകളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് തൊടുകയാണ്. നാളുകളായി പുകയുന്ന ചില കുടുംബജീവിതത്തിന്റെ ഉള്ളറകളിൽ ധരിക്കുന്ന ഇരുട്ടിന്റെ കരങ്ങളെ കർത്താവിന്റെ രാത്രി അഴിച്ചു മാറ്റുകയാണ്. കണ്ണുനീരൊഴുകുന്ന ചില കുടുംബ ബന്ധനങ്ങളെ കർത്താവ് എടുത്തു മാറ്റുകയാണ്. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി ചില ഭവനങ്ങളുടെ മേൽ വിടുതലായി പരിണമിക്കുന്നു. ഓ രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഹംദൽ ഘടകനാധികതയാരകൾ ഘടകരാധികതകൾ ഘടകരാധികനയാരകാനക യേശുവിന്റെ രക്തത്താൽ ഇന്ന് രാത്രി നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കണം, കർത്താവേ, നീറിപ്പുകയുന്ന ഒരു കുടുംബജീവിതമായിട്ടല്ല, അസ്വസ്ഥതകൾ നിറഞ്ഞൊരു ഭവന ജീവിതമായിട്ടല്ല, യേശുവിന്റെ രക്തം കൊണ്ട് പൊതിയപ്പെട്ട പഴയ പാമ്പിന്റെ ശക്തികൾക്ക് അവകാശമില്ലാത്ത, ഇരുട്ടിന്റെ കരങ്ങൾ തൊടുവാൻ അനുവദിക്കാത്ത, നിത്യനിയമത്തിന്റെ രക്തത്തിന്റെ മതിൽക്കെട്ടുകൾക്കകത്ത് സംരക്ഷിക്കപ്പെട്ട, ശാപത്തിന്റെ കെട്ടുകൾ മുറിഞ്ഞു മാറുന്ന ദൈവശക്തിയാൽ സംരക്ഷിക്കപ്പെട്ട ഭവനമാണ്. എന്റെ ഭവനം തീരത്തക്ക വിധം ദൈവശക്തി ഇന്ന് രാത്രി എന്റെ ഭവനത്തിലേക്ക് വ്യാപരിക്കണം. ഇവിടെ ഈ പ്രാർത്ഥന, ഇവിടെ ഈ ബൈബിൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ കരം ഈ ക്ലാസിനകത്ത് ചില വ്യക്തികളുടെ മേൽ ചലിക്കുകയാണ്, ചില വ്യക്തികളുടെ മേൽ ചലിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ രാത്രി പറയുന്നു, ഇതുവരെ പകരപ്പെട്ടിട്ടില്ലാത്ത ദൈവശക്തിയുടെ ഒരു വ്യാപാരം നിന്റെ ഭവന മേഖലയിലേക്ക് കർത്താവിന്റെ രാത്രി പകരുകയാണ്. പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ സമാധാനം വ്യാപരിക്കുന്നുണ്ടെങ്കിലും വീട്ടിലോട്ട് ചെല്ലുമ്പോൾ കുടുംബ മേഖലയെ ഭരിക്കുന്ന ഇരുട്ടിന്റെ അധികാരങ്ങൾ ഭവനമണ്ഡലത്തിന്റെ നീറിപ്പുകയുന്ന രംഗങ്ങൾ സൃഷ്ടിക്കുന്നെങ്കിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് നടുവിൽ ഞങ്ങളെ ബന്ധനത്തെ അഴിച്ചു മാറ്റുന്നു. നിയമരക്തത്താൽ കുടുംബങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ ഇന്ന് രാത്രി ദൈവത്തിന് വിടുതൽ വ്യാപരിക്കട്ടെ. അബ്ദൽ ഘടകനാധികനയാരകൾ ഘടകരാധികനയാരകനക യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം. ഭവനത്തിന്മേൽ ആധിപത്യം പുലർത്തുന്ന കെട്ടുകൾ ഇന്ന് രാത്രി അഴിയട്ടെ. നാവുകൾ കൊണ്ട് പറഞ്ഞുവിട്ട വാക്കുകൾ, ഓ ഭവനങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തുന്ന നാവുകൾ കൊണ്ട് പറഞ്ഞുവിട്ട വാക്കുകൾ ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്താൽ ഭവനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി വിടുതൽ വ്യാപരിക്കട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. എന്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, വിശ്വാസികൾക്ക് ഈ വാക്കുകളാൽ ബന്ധനം ഭവിക്കാമോ? 1947 ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ച പശ്ചാത്തലങ്ങളിൽ അനേകരെ തടവ് വെട്ടി ഗവൺമെന്റ് സ്വതന്ത്രമാക്കിയെങ്കിലും ഇന്നും കണ്ണൂരിലും വിയ്യൂരിലുമൊക്കെ നിരവധി ആളുകൾ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ ലഭിച്ച സ്വാതന്ത്ര്യം നിലനിർത്തിയില്ലെങ്കിൽ വീണ്ടും ബന്ധിക്കപ്പെടാം. പരിശുദ്ധാത്മാവിന്റെ രാത്രി പറയുന്നു, ഒരിക്കൽ ലഭിച്ച സ്വാതന്ത്ര്യം നിലനിർത്തിയില്ലെങ്കിൽ വീണ്ടും ബന്ധിക്കപ്പെടാം. ഈ രാത്രി നിറയുന്ന കണ്ണുകളോടെ, തകരുന്ന ഹൃദയത്തോടെ, വേദപുസ്തകം പറഞ്ഞ അധികാരസ്ഥാനത്തിന് വിധേയപ്പെടുന്ന, സ്നേഹം കത്തി നിൽക്കുന്ന ഒരു കുടുംബമായി എന്റെ ഭവനം പണിയപ്പെടണം എന്നാഗ്രഹിക്കുന്ന സഹോദരങ്ങൾ അക്കരങ്ങൾ ഉയർത്തിപ്പിടിച്ചെന്ന് പ്രാർത്ഥിച്ചാട്ടെ. മുന്തിരിവള്ളിയിൽ നിന്ന് കൊമ്പുകൾ അറ്റുപോകാം, ശരീരത്തിൽ നിന്ന് അവയവങ്ങൾ മുറിഞ്ഞു പോകാം, മാതാപിതാക്കളിൽ നിന്ന് മക്കൾ കൈവിട്ടു പോകാം, ഇടയിൽ നിന്ന് ആടുകൾ ചിതറിപ്പോകാം. എന്നാൽ ദൈവസ്നേഹത്താൽ കർത്താവിന്റെ നാമത്തിൽ ഒന്നായി തീരുന്ന ഒരു കുടുംബത്തെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ലെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്തിന്റെ മതിൽക്കെട്ടുകൾക്കകത്ത് ഭവനം പൊതിയപ്പെടുന്നതിന് തടസ്സമായി അധികാര തലത്തിനെതിരെ ഉയരുന്ന നിഷേധത്തിന്മേൽ ഇന്ന് രാത്രി യേശുവിൻ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അതിന്റെ പരിണിത ഫലങ്ങൾ തീയങ്കൽ മെഴി ഉരുകും പോലെ ഇവിടെ മുറിഞ്ഞു മാറട്ടെ. രക്തത്താൽ ജയം. ഇന്ന് രാത്രി ഈ സന്ദേശം ഉയരുമ്പോൾ എനിക്ക് ശക്തമായ പ്രാർത്ഥന ഈ വിഷയത്തിൽ വേണം. എനിക്ക് വിടുതൽ അനിവാര്യമാണ്. കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്ന
ശത്രുവിന്റെ ആധിപത്യം ഉയരുന്ന, ഇരുട്ടിന്റെ ശക്തികൾ പിടിമുറുക്കുന്ന ഒരു നീറിപ്പുകയുന്ന ഭവനമായിട്ടല്ല, ജ്വലിക്കുന്ന സ്നേഹം കത്തി നിൽക്കുന്ന ഭവനമായി എന്റെ വീട് മാറണം. എന്റെ സഹോദരി സഹോദര, ഈ കൊച്ചായുസ് കലഹിച്ചു തീർക്കാനുള്ളതല്ല കേട്ടോ, സ്നേഹിച്ചു തീർക്കാനുള്ളതാ. എപ്പോൾ തീരും അറിയില്ലല്ലോ, ഏത് സമയവും രണ്ടിലൊരാൾ കടന്നു പോകാം. ഇത് കലഹിച്ചു തീർക്കാനുള്ളതല്ല, ഇത് സ്നേഹിച്ചു തീർക്കാനുള്ളതാ. ഇന്ന് രാത്രി എന്റെ വിഷയത്തിന്മേൽ ഈ മേഖല എനിക്ക് പ്രാർത്ഥന വേണം. ആഗ്രഹിക്കുന്നവരുടെ വലകരം ഉയർത്തിപ്പിടിച്ചാട്ടെ യേശുവിൻ നാമത്തിൽ. യേശു ലജ്ജിക്കേണ്ട, കർത്താവിന്റെ കരം നിങ്ങളെ തൊടും. ഇന്ന് രാത്രി ഇതുവരെ പകരപ്പെട്ടിട്ടില്ലാത്തൊരു ആത്മീയ സ്വാതന്ത്ര്യ മേഖല കടന്ന് വ്യാപരിക്കും. കർത്തൃദാസന്മാരായ ഞങ്ങൾ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുക. നിങ്ങൾ ഉയർത്തിയ കരങ്ങളുടെ പുറകിൽ തേജസ്സിന്റെ ദ്രവത്വമില്ലാത്ത കരം ഉയരുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ഉയർന്നു നിൽക്കുന്ന കരങ്ങളുടെ പുറകിലെ ചോദ്യങ്ങൾ ഭവന മേഖലയിൽ കുഞ്ഞാടിന്റെ രക്തത്താൽ ഉത്തരമായി മാറട്ടെ. ഇന്ന് രാത്രി വരെ സംഭവിച്ചിട്ടില്ലാത്തൊരു സ്വാതന്ത്ര്യം കുടുംബമണ്ഡലത്തിൽ ഈ കരങ്ങളുടെ പുറകിൽ സംഭവിക്കട്ടെ. അതിനെതിരെ പോരാടുന്ന അന്ധകാര ശക്തികളുടെ മേൽ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്നു. ഈ രാത്രി തന്നെ ദൈവത്തിന് വിടുതൽ ഈ കരങ്ങളുടെ പുറകിൽ സംഭവിക്കട്ടെ. ഓ, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ അധികാരതലം 4 മണ്ഡലം, 1-ാം മേഖല കുടുംബം. നാളെ ബാക്കി തുടരാം. പ്രാർത്ഥനയോടെ കടന്നു വരാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.